എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായം. For this morning of meditation, let's turn to the book of Esther, chapter 9. 20-21 വാക്യങ്ങൾ. Read verses 20 and 21. എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ആണ്ടുതോറും ആദാർ മാസം 14-15 തീയതിയെ യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസങ്ങളായിട്ടും ദുഃഖം അവർക്ക് സന്തോഷമായും വിലാപം ഉത്സവമായും തീർന്ന ദിവസമായിട്ടും ആചരിക്കണമെന്നും അവയെ വിരുന്നും സന്തോഷവുമുള്ള നാളുകളും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങളും ദരിദ്രന്മാർക്ക് ദാനധർമ്മങ്ങളും കൊടുക്കുന്ന നാളുകളുമായിട്ട് ആചരിക്കണമെന്നും അഹശ്വേരോശ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും സമീപത്തും ദൂരത്തുമുള്ള സകല യഹൂദന്മാർക്കും ചട്ടമാക്കേണ്ടതിനും മൊർദെഖായി ഈ കാര്യങ്ങൾ എഴുതി അവർക്ക് എഴുത്തയച്ചു. കൺവെൻഷന് നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. നാളെ കൺവെൻഷനിൽ നാം എന്താണ് അനുഭവിക്കേണ്ടത്, എന്താണ് അനുഭവിച്ചുകൊണ്ട് പോകേണ്ടതെന്ന് ചിലർ അറിയുന്നില്ല. True, people take part in the convention, but some do not know what they should do, what should they experience from here. എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൃപയാൽ നാം എല്ലാവരും പോകും. എന്നാൽ അവിടെ ചെന്നാൽ അവിടെയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? All have the desire to go to the kingdom of heaven. So by the grace of God we may reach there. Once we reach there, what shall be the experience there? ഈ ചോദ്യങ്ങൾക്കുള്ളതായ ഉത്തരം ഈ വചനങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. From these verses we come to understand the answers to these questions. ഈ വേദഭാഗം വിശദീകരിക്കുമ്പോൾ നാം ചിന്തിച്ചുകൊണ്ടാൽ മാത്രം മതി. When I explain this, simply meditate on this. ഈ വചനത്തിൽ നാം കാണുന്നത് പൂരീം എന്ന പേരുള്ള ഒരു പെരുന്നാളിനെ കുറിച്ചാണ്. In this passage we read about a particular day of feast Urim. യഹൂദന്മാർക്ക് ദൈവം അനവധി പെരുന്നാളുകൾ, ഉത്സവങ്ങൾ ആചരിപ്പാനായി കൽപ്പിച്ചു കൊടുത്തിരുന്നു. The Lord had commanded different feasts and festivities for the Jews to observe. എന്നാൽ അവർ പ്രവാസകാലത്ത് അവരിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പെരുന്നാളുകളിൽ ഒന്നാണ് പൂരീം എന്ന പെരുന്നാൾ. Purim, the festival that was observed for the captivity that they were meant for them. ഈ പൂരീം എന്ന പെരുന്നാൾ നിലവിൽ വന്നത് ഏറെക്കുറെ ഇന്നേക്ക് 24 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. Around about 24 centuries ago, this feast Purim came into being. ഒരു വലിയ വിടുതലിന്റെ സംഭവമാണ് ഈ പൂരീം എന്ന പെരുന്നാളിന്റെ ആരംഭം കുറിച്ചത്. It is what marked the beginning of this particular feast. Purim was a great event. എസ്തേറിന്റെ പുസ്തകം ആകമാനം വായിക്കുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഏകദേശ ധാരണ ലഭിക്കുക. A careful scrutiny of the entire book of Esther will bring us a proper understanding about that feast. ഈ പുസ്തകത്തിനുള്ളതായ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, if we inquire into what's the importance of this book, 167 വാക്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ടെങ്കിലും ദൈവം എന്നൊരു വാക്ക് എങ്ങും എഴുതിയിട്ടില്ല. Even though 169 verses are in this whole book, nowhere has a reference been given God. ദൈവം എന്ന വാക്ക് എഴുതപ്പെടാത്ത ഒരു പുസ്തകം ഈ വിശുദ്ധ ബൈബിളിൽ ഉൾപ്പെടുത്തിയത് എന്തെന്ന് ഞാൻ ചിന്തിപ്പാനിടയായി. Even I also plunged into confusion as to a book in which no word God is mentioned, why it has been included into the Bible. എന്നാൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവം, സ്വർഗം, ഇതൊക്കെ കുറച്ച് അധികമായി ഉച്ചരിക്കുന്ന ആളുകളാണ്. Touching us, we are the set of people, we pronounce more the word God in heaven. ഈ പുസ്തകം നൽകുന്ന സന്ദേശം എന്തെന്ന് ഞാൻ അങ്ങ് സമയം കളാതെ അങ്ങ് പറയാം. Then without wasting much time, let me tell you what's the message communicated by this book. ഈ ദൈവം ദൈവം എന്നൊക്കെ നമ്മൾ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ പ്രവൃത്തി കൊണ്ട് വെളിപ്പെടുത്തണതാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നതായ സാധന പാഠം. The message, the moral that is given in this book is, it is better to exercise God in a practical life than by merely communicating the word God in heaven. യേശുവിനെയും ദൈവത്തെക്കുറിച്ച് നാം ഒരുപാട് വാദോരാതെ സംസാരിക്കുന്നെങ്കിലും നമ്മുടെ പ്രവൃത്തിയിൽ അത് വെളിപ്പെടുന്നുണ്ടോ, ആ ദൈവം എന്നിലൂടെയും നിങ്ങളിലൂടെയും ലോകം കാണുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. Unceasingly we preach about Jesus and God, but the question is whether we are able to just practice this Jesus, we are able to manifest this Jesus through practical life to this world. ഈ പുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് മൊർദെഖായിയും എസ്തേറും. Mordecai and Esther, two prominent characters in this book. ഒരു അന്യനാട്ടിൽ ജൂദ വനിതയായ എസ്തേർ രാജ്ഞിപദത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ ദൈവം സംഗതിയാക്കി. Yes, the woman from a strange land, by the grace of God, was promoted to the queenship. അവളുടെ ഉയർച്ചയ്ക്കും പ്രവർത്തനത്തിന്റെ വിജയത്തിനും പിന്നിൽ പ്രവർത്തിച്ച, കർട്ടന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു മൊർദെഖായി. Mordecai was a person who was operating behind the curtain for promotion and victory. ഇവരുടെ ആ ജീവിത വിജയത്തിന് എതിരായും പൊതുവെ ദൈവജനത്തിനെതിരായും അവിടെ ഒരു ഹാമാൻ എന്ന ശത്രു എഴുന്നേൽക്കുവാനിടയായി. Against the victory and altogether against the prosperity of the people of Jews, there is a character called Haman was walking. ഹാമാന്റെ
ആ ഗൂഢാലോചനയെ, പ്ലാനുകളെ ദൈവം തകിടം മറിച്ചുകൊണ്ട് അവർക്ക് വലിയ ജയത്തെ പ്രദാനം ചെയ്തു. God himself was toppling the entire conspiracy of Haman. God was commanding deliverance and victory to them. ശത്രു ഇവരെ ഇല്ലായ്മയാക്കുമെന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് അവർ ശത്രുക്കളെ ഇല്ലായ്മയാക്കി. It was expected that the enemy would destroy them. Their enemies were destroyed by God. ശത്രുവിനെ ഭയപ്പെട്ട് അവരും കൂടെ അന്യ ദേവ ആരാധനയിലേക്ക് ചേർന്നു പോകാവുന്ന സാഹചര്യത്തിൽ ജാതികൾ ഭയപ്പെട്ട് ദൈവജനങ്ങളായിട്ട് മാറിയ ഒരു അസുലഭ സന്ദർഭമാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. The fearful circumstances whereby they thought that they will be yielded to the pressure of the enemies and keep sight of the enemies. All the enemies were afraid of them and they were turned unto the side of God. ഇങ്ങനെ ലഭിച്ചതായ ഈ മഹത്തായ വിജയത്തിന്റെ എന്നേക്കുള്ള സ്മരണയ്ക്കായി അവർ പൂരീം എന്ന പേരുള്ള ഒരു പെരുന്നാള് തീരുമാനിച്ചതായി കാണുകയാണ്. Such a great victory they received by the powerful work of God as a commemoration of the same. Every year they used to observe this particular feast of Purim. ആധാർ മാസം 14-15 എന്ന തീയതികളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. It is every year the Adar month 14 to 15 days were used for the feast. നമ്മുടെ മാസപ്രകാരം നോക്കിയാൽ മാർച്ച് മാസം ആരംഭ ദിനങ്ങളായി നമുക്ക് കണക്കാക്കാൻ കഴിയും. This start of a month we can consider that is initial days of the month of March. അന്ന് യഹൂദന്മാർ എല്ലായിടങ്ങളിലും മെഴുകുതിരികൾ കത്തിക്കും. Jews used to just light the candle everywhere. സിനഗോഗുകളിൽ അവരുടെ പള്ളികളിൽ അവർ ഒത്തുചേരും. In the synagogues they used to gather together. വൈകുന്നേരത്തെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം എസ്തേറിന്റെ പുസ്തകം എല്ലാവരും കേൾക്കെ വായിച്ച് കേൾപ്പിക്കും. After the evening service, in order to hear the entire congregation, they would read out the book of Esther. ആ പുസ്തകം വായിച്ച വരവേ As they keep on reading the book, ഹാമാൻ എന്നുള്ളതായ പേര് വായിക്കുന്നതായ വേളയിൽ the place where they come across the term Haman, അവന്റെ പേർ മായ്ച്ചു കളയട്ടെ, ദുഷ്ടന്റെ പേര് നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ശക്തിയായി തറയിൽ ചവിട്ടുമെന്ന്. pronounced that let his name be blotted out, let the wicked be undone, they will stamp their feet upon the floor. ഈ പുസ്തകത്തിന് വായന തീരുമ്പോൾ ഹാമാൻ ശപിക്കപ്പെടട്ടെ, മൊർദെഖായി അനുഗ്രഹിക്കപ്പെടണമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. As they finish reading the entire book, they will shout aloud, let the Haman be destroyed, let the Haman be accursed. ദൈവം ഒരിക്കൽ നൽകിയ ആ ഉജ്ജ്വല വിജയത്തിന്റെ സ്മരണ വർഷം തോറും അവർ പുതുക്കുക യഹൂദന്മാരുടെ ഒരു പതിവാണ്. The eloquent victory God will command unto them every year used to observe this commemoration. അതിന് കാരണമായി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് നാം വായിച്ച ഗുരുവാക്യത്തിൽ കാണുന്നത്. In the key verse we come across the basic characteristics which are supportive to observe this feast. എന്താകുന്നു ആ ദിവസങ്ങളിൽ സംഭവിച്ചത്? In those days, what took place there? യഹൂദന്മാർക്ക് തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് രക്ഷപ്പെടുവാൻ കഴിഞ്ഞു. The Jews were able to evade the Jews and come to salvation. അവർക്കൊരു വിശ്രമം ലഭിച്ചു. They got a rest. അവരുടെ ദുഃഖം സന്തോഷമായി മാറി. The sorrows turned into joy. വിലാപം ഉത്സവമായി തീർന്നു. Mourning turned into good day. ആ ദിവസങ്ങൾ വിരുന്നും സന്തോഷമുള്ള നാളുകളായിട്ട് അവരെ മാറ്റിയെടുത്തു. Those days they translated into days of feast and joy. തമ്മിൽ സമ്മാനം കൊടുക്കുവാനായി ദിവസങ്ങൾ ഉപയോഗിച്ചു. They started using the days by exchanging gifts one another. ദരിദ്രന്മാർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുവാൻ ആ ദിവസം അവരെ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. They were highly conscious to give gifts to the poor in that day. പ്രിയമുള്ളവരെ, ഈ പൂരീം ദിനങ്ങളുടെ ഈ പ്രത്യേകതകളെല്ലാം നാം വിശദമായി ചിന്തിക്കുമെങ്കിൽ, Beloved people of God, when we consider the characteristics of this particular day of feast, നാം ചില നിത്യതയിൽ ഇതെല്ലാം നിറവേറാൻ പോകുകയാണ്. returning that we are going to reach, we are going to experience all these things. നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. We all have the desire to go to heaven. ഈ ഭൂമി ഒരു താൽക്കാലിക സംവിധാനം മാത്രം. This world is only a transitory dwelling place. നാം നിത്യതയിലേക്ക് ചെന്നു ചേരാൻ പോകുന്നു. We are going to reach eternity. ആ നിത്യതയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ അനുഭവങ്ങൾ ഈ പറയപ്പെട്ട അനുഭവങ്ങളാണ്. Once we reach eternity, the experience we are going to witness are mentioned here. രണ്ടാമത് ഇതിനുള്ളതായ ഒരു വശമുള്ളത്, It is a second aspect. നമ്മുടെ ഓരോ കൺവെൻഷനും ഈ വിധ അനുഭവങ്ങൾ പ്രാപിക്കുന്ന ദിവസങ്ങളാക്കി മാറ്റിയെടുക്കണം എന്നതാണ്. Every convention of us should be the days in which we must experience all these benefits. ആദ്യമായി നോക്കാം, ഈ പൂരീം ദിനങ്ങൾ എന്ന് പറഞ്ഞത് ഡേയ്സ് ഓഫ് കൺവേർഷൻ ആയിരുന്നു. First, Purim means the days of conversion. നിത്യതയിലും ഇത് സംഭവിക്കാൻ In പോകുകയാണ്. eternity too, this is going to take place. നാം നോക്കുമ്പോൾ പഴയ നിയമക്കാർ ജീവിച്ചിരുന്ന വിശുദ്ധന്മാർ ക്രിസ്തുവിനെ അവരെ അനുഭവിച്ചിരുന്നില്ല. When we observe, the Old Testament says, did not experience Christ. ക്രിസ്തുവിന്റെ കാൽവരി മരണവും അവൻ രക്തത്താൽ വീണ്ടെടുപ്പൊക്കെ അനുഭവിക്കാൻ ഭാഗ്യം നമുക്കാണ് ലഭിച്ചിരിക്കുന്നത്. We have been much privileged to experience the death of Lord Jesus Christ on the cross of Calvary and his resurrection and the prosperities thereby. പക്ഷേ നിത്യത സ്ഥാപിതമാകുമ്പോൾ, Once eternity is established, ഈ പഴയ വിശുദ്ധന്മാരും
ക്രിസ്തുവിന്റെ ക്രൂശുമരണവും യാഗവും അംഗീകരിച്ച ഏറ്റുപറഞ്ഞ മഹത്വം കൊടുക്കുന്ന ദിനങ്ങൾ വരാൻ പോകുകയാണ്. The days are coming in which the Old Testament saints are also going to confess and glorify the death, crucifixion, resurrection of Lord Jesus Christ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ അത് നമുക്ക് ബോധ്യമാകും. As we come to the book of Revelation, chapter 5, the same is comprehended. അവിടെ നിത്യത വെളിപ്പെടുമ്പോൾ As eternity is revealed there, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ദൃശ്യമാകുകയാണ്. we get a vision as if a lamb were slain. അതാരാണ്? നമ്മുടെ കാൽവരി യാഗമായ യേശു ക്രിസ്തു തന്നെ. It is our Lord Jesus Christ who became a sacrifice on Calvary. അപ്പോൾ അവിടെ സിംഹാസന മുൻപിലുള്ളതായ 4 ജീവികൾ 24 മൂപ്പന്മാർ ഒക്കെ ആ കുഞ്ഞാടെ അറുക്കപ്പെട്ടതിനെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ആരാധിക്കുന്നതായി കാണുകയാണ്. The 4 creatures and the 24 elders, they also glorify the sacrificing of this lamb and glorify him. ഈ വലിയ ആഘോഷത്തിൽ എണ്ണമറ്റ ദൂതന്മാരും പങ്കുചേരുകയാണ്. It is great to shout, innumerable companies of angels joy. അറുക്കപ്പെട്ട കുഞ്ഞാടിന് 4 ജീവികളും 24 മൂപ്പന്മാരും ദൂതന്മാരും സ്തുതിയും മഹത്വവും കരേറ്റുന്ന ഒരു വിശേഷിക്കപ്പെട്ട ആരാധന 5-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയും. And chapter we come across a jubilant worship in which all these 4 ways, the elders, innumerable company of the angels glorify the slain lamb. നമ്മൾ ആ വാക്യങ്ങളിലൂടെ കടന്നുപോയാൽ നമ്മുടെ ഹൃദയം പിടച്ച് വികസിക്കും. When we go through the verses, and we will be elated and bubbled up. യേശു ക്രിസ്തുവിനെ കഴിഞ്ഞാനുഭവങ്ങളെ ആ വിശുദ്ധന്മാർ, പഴയ വിശുദ്ധന്മാരും കോടുകാട് ദൂതന്മാരും ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്നതായ ആ വിശേഷിക്കപ്പെട്ട സന്ദർഭമാണത്. All the past experience of Lord Jesus Christ are going to be commemorated by the creatures, by the elders, and by the company in such a glorious context. അവരെന്താണ് പറയുന്നത്? What do they say? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. There was slain, and by shedding their blood, people belonging to every tribe, every coast, every cult, every sect, ransomed for the price. ഞങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. We did not get such a privilege. എന്നാൽ ഞങ്ങളുടെ ദൈവത്തിന് അവരെ എന്ന് വെച്ചാൽ നമ്മളെ രാജ്യവും രാജാക്കന്മാരും പുരോഹിതന്മാരാക്കി വെച്ചിരിക്കുകയാണ്. However, our God was able to appoint them, which means we people as kings, priests and prophets. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുകയാണ്. They compose, sing a new song, they reign the earth. എന്തു മനസ്സിലായി? What do you understand? നമ്മുടെ യേശു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നാം ദൈവത്തിന് പുരോഹിതന്മാർ രാജാക്കന്മാരുമായി തീർന്നതിനെ കുറിച്ച് അവിടെ പഴയ വിശുദ്ധന്മാർ പാടുകയാണ്. Even the Old Testament saints sing then that we have been ransomed, redeemed by the blood of Lord Jesus Christ, and appointed kings and priests. നാം ഇങ്ങനെ കൂടി വന്ന് ആരാധിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം, ഈ ആരാധനയിൽ സ്വർഗവും കൂടെ പങ്കുചേരുകയാണ്. In such a fashion as we get together worship, just bear in mind, in our worship even heaven too rejoices. നിത്യത മുഴുവനും ഈ ആരാധന തുടർന്നുകൊണ്ടേയിരിക്കും. Throughout eternity this worship shall be carried out. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? What has happened here? ഒരു വലിയ പരിവർത്തനം നടന്നിരിക്കുന്നു. A great conversion has taken place. പാപികളും ദോഷികളുമായ നമ്മളെ യേശു രക്തം വീണ്ടെടുത്ത് നമ്മളെ ഒരു ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമായി പരിവർത്തനം ചെയ്തിരിക്കുകയാണ്. We the sinners and wicked people had been ransomed, redeemed by the blood of Lord Jesus Christ, and converted into kings and priests. താൽക്കാലികമായ ക്ലേശങ്ങളിൽ മനംതൊന്തും മുഖം കുനിച്ചും വാടിയും പിറുപിറുത്തുവന്ന് നടക്കരുതേ. In the temporary situations, do not murmur, do not mutter, do not feel anguished and go through. നിങ്ങളും ഞാനും ആരാണ്? I and you, who we are. ദൈവത്തിന് നാം രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. We are kings and priests unto the Lord. അങ്ങനെ നല്ല ഉറപ്പുള്ളവര് മാത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ദൈവം നമ്മളെ എത്ര വലിയൊരു പരിവർത്തനമാണ് വരുത്തിയിരിക്കുന്നത്. God is effecting us a great conversion. പ്രിയരെ, ഒരു കൺവെൻഷനിൽ ഈ അനുഭവം നടക്കണം. Beloved people of God, during a convention, this experience must be ours. അനേക ക്രിസ്തുവിനെ ദൈവമായി ഏറ്റു പറയണം. Many people should confess Christ as God. എണ്ണമറ്റ ജനങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. Innumerable people should accept Jesus as their Savior. ഈ ക്രിസ്തുവിനെ ഉള്ള ആരാധന, ആത്മാപരിശുദ്ധ ആരാധന അനേകർ അംഗീകരിക്കണം. Many people should accept this worship in the truth and the spirit regarding Christ. കൺവെൻഷനോട് നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യം ഇതാണ്. This is a ultimate mark, objective realized through convention. അനേകർക്ക് ഒരു പരിവർത്തനം സംഭവിക്കണം. There should be conversion to many. ഒരു പക്ഷേ ഈ കൺവെൻഷൻ കേൾക്കുന്ന ദൂത് മൂലം
ആർക്കെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ കൂടെ, Perhaps through the messages given in the convention, if such an experience is not the result of anybody, ഈ സുവിശേഷത്തെ ആരെങ്കിലും തള്ളിക്കളയുകയോ ക്രിസ്തുവിനെ സ്വീകരിക്കാതിരുന്നാലും കൂടെ, even if somebody disowns this gospel and fails to accept Christ, മഹത്തായ നാളുകൾ വരാൻ പോകുകയാണ്. glorious days are fast approaching. അതെ, അവർ അങ്ങനെ യേശുവിനെ ഏറ്റുപറയുവാൻ നിർബന്ധിതരായി തീരുന്ന സമയങ്ങൾ. There's a time they will be compelled to accept Jesus as their God. ഫിലിപ്പി ലേഖനം 2:9 മുതൽ 11 വരെ വായിക്കുമ്പോൾ, Philippians chapter 2 verses 7 to 9. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും അവനെ കർത്താവെന്ന് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി എല്ലാവരും ഏറ്റുപറയുന്ന ഒരു നാൾ വരാൻ പോകുകയാണ്. The days are coming in which the name of Jesus, every name that is in heaven, upon the earth, under the earth, shall bow down and confess that Jesus Christ is Lord. നിങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ട് ആരെങ്കിലും അംഗീകരിക്കാത്തപ്പോൾ ദുഃഖം തോന്നിയിട്ടുണ്ടോ? At the time of testimony, have been grieved that your testimony has not been accepted. യേശുവിനെ കുറിച്ച് ദിവസക്കണക്കിന് പ്രസംഗിച്ചിട്ടും രക്ഷകനായി ജനം അംഗീകരിക്കാത്തത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഭാരം തോന്നിയിട്ടുണ്ടോ? For days together Christ has been preached, but the people did not accept as a Savior, have been burdened over it. ജനങ്ങളുടെ ഹൃദയത്തിൽ കഠിനപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ നൊന്തിട്ടുണ്ടോ? People have become hard-hearted, have been grieved at it. അധ്വാനം വെറുതെയായി പോയി എന്നൊരുതായ ഒരു വേദന ഉണ്ടായിട്ടുണ്ടോ? Your work proved to be futile, have been pained at it. ഭാരപ്പെടേണ്ട, ഒരു നാൾ സകല മനുഷ്യരും യേശുവിനെ കർത്താവ് ഏറ്റു പറയാൻ പോകുകയാണ്. Be not heavy laden. One day, whole people under the sun are going to confess Jesus as God. അവന്റെ നാമത്തിങ്കൽ എല്ലാ മുഴങ്കാലും മടക്കുക തന്നെ ചെയ്യും. അതെങ്ങനെ ദൈവം അത് മടക്കും. At his name, every knee shall bow down, God shall cause it to bow. നമുക്ക് അത് ഏറ്റുപറയുന്നവരായി തീരാം. We must be confessing the same. എല്ലാവരും പറഞ്ഞാട്ടെ, യേശു കർത്താവ്, യേശു രക്ഷകൻ. ഇത് ലോകത്തിലെ സകലരും ഏറ്റുപറയുന്ന ദിവസങ്ങൾ വരാൻ പോകുകയാണ്. The days are coming that all people are going to confess that Jesus is the Lord. കൺവെൻഷന്റെ ദിവസങ്ങൾ അനേകർ പേര് ജീവനപുസ്തകത്തിൽ എഴുതുന്നതായ ദിവസങ്ങളാണ്. During the days of convention, many people's names should be written in the book of life. അന്ന് ഈ നാടുകളിൽ യഹൂദന്മാരുടെ പേടി വീണതുകൊണ്ട് അനേക ജാതികൾ യഹൂദന്മാരായി പരിവർത്തനം ചെയ്യപ്പെട്ടു പോലും. In those days, as the fear fell upon the Jews, many people came to this conversion. ഇന്ന് നിങ്ങളെ എന്നെയും പേടിച്ചുള്ള ആളുകൾ പരിവർത്തനം ചെയ്യപ്പെടേണ്ടത്. Today people should not be converted because of afraid of us. അനേകർക്ക് കാൽവരി ദർശനം കിട്ടുമ്പോൾ അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും. As they get the vision of Calvary, they will have this translation. സ്നേഹത്താലാണ് മനപരിവർത്തനം ഉണ്ടാകേണ്ടത്. It is with the love, conversion of the mind should take place. കാൽവരി ദർശനത്താലാണ് ജനങ്ങൾക്ക് പരിവർത്തനം വരേണ്ടത്. With the visitation of the cross of Calvary, they must undergo a change in the conscience. അതേ, ഒരു കൺവെൻഷൻ ദിവസങ്ങൾ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ ലഭ്യമാകുന്ന ദിവസങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് ഉത്സാഹിക്കാം. During the days of convention, God must shower upon us such blessed experiences. For the same purpose, let us also endeavor. അടുത്തത്, ഈ പൂരി ദിവസങ്ങൾ എന്നത് ഡേയ്സ് ഓഫ് വിക്ടറി ആയിരുന്നു. Secondly, days of Purim, days of victory. ഈ 9-ാം അധ്യായത്തിന്റെ എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, As we come to the first verse of book of Esther chapter 9. ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കുന്ന ആശിച്ചതും നേരെ മറിച്ച് യഹൂദന്മാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം ലഭിച്ച ദിവസം, ജയം ലഭിച്ചതായ ദിവസം. They thought that the day that the enemies of the Jews hoped to have power over them, though it was turned to be the contrary, that the Jews had rule over them and hated them. ഒരു നിത്യത സ്ഥാപിതമാകുമ്പോൾ ഇതാണ് നിറവേറുവാൻ പോകുന്നത്. As eternity is established, this is going to be materialized. ദൈവത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. God has got plenty of enemies. ദൈവജനത്തിനും ഒരുപാട് ശത്രുക്കളുണ്ട്. Even for the people of God, there are large number of enemies. എല്ലാ ശത്രുക്കളുടെ മേൽ പൂർണ്ണ ജയം തേടുന്ന ഒരു അനുഭവമാണ് നിത്യത. Eternity is an experience in which God commands victory over all the enemies. 1 കൊരിന്ത്യർ 15:26 വാക്യത്തിൽ, Coming to 1 Corinthians chapter 15 verse 26. ഒടുവിലത്തെ ശത്രുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. We read about the final enemy. ഒടുവിലത്തെ ശത്രുവായി മരണവും നീങ്ങിപ്പോകും. Death, even the final enemy, he is also dispelled. ഒരു ദൈവവൈദ്യനെതിരെ അവനെ നിത്യത്തിൽ എത്തിക്കാതെ വണ്ണം
അവന്റെ പ്രത്യാശ നശിപ്പിക്കത്തക്കവണ്ണം എത്രയോ ശത്രുത്വങ്ങൾ എഴുന്നേൽക്കുന്നു. This plenty of enemies just above you not to hinder a child of God from entering the kingdom of God. ഒരു ദൈവവേദൽ ഓരോന്നിനെ ജയിച്ച് അവൻ നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. Concerning child of God, he overcomes everything, coming closer and closer to the kingdom of God. എന്നാൽ ഏറ്റവും ഒടുവിൽ ഒരു ശത്രുവിനെ നാം കീഴ്പ്പെടുത്തും. But we will conquer the final enemy. അതാണ് മരണം. That is death. എന്താണ് മരണം എന്ന് പറയുന്നത്? What is meant by death? ഒരു വിശ്വാസിയുടെ മരണത്തെങ്കിൽ നാം ആരും ദുഃഖിക്കേണ്ടതല്ല. At the death of a believer, let us not be grieved at. ഒരു ശുശ്രൂഷകന്റെ ശാരീര വേർപാടിൽ നാം ഒരു തുള്ളിക്കണ്ണീർ ഒഴുക്കേണ്ടതല്ല. At the physical departure of a servant of God, let us not shed any drop of tear. ഒരു ദൈവവേദലിന്റെ അന്ത്യത്തിൽ സംഭവിക്കുന്നത് അവൻ ഏറ്റവും ഒടുക്കത്തെ ശത്രുവിനെ കീഴടക്കി ജയാളിയായി നിത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. At the fact that the child of God, he conquers even the last enemy and he finds access to eternity. 54 വാക്യത്തിൽ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15:54 First Corinthians chapter 15 verse 54. മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന വചനം നിവൃത്തിയാകും. It is fulfilled that death is swallowed by life. നാം അദ്രവത്വവും അമർത്യതയും പ്രാപിക്കും. Well put on incorruption and immortality. ഇന്ന് നമ്മുടെ ശരീരത്തിന് ദ്രവത്വമുണ്ട്. ദ്രവത്വമില്ലായ്മയിലേക്ക് നാം കടന്നുപോകും. Today there is corruption in this body, we are going to enter incorruption. മരണത്തിന് വിധേയപ്പെടുന്ന ഒരു ശരീരമാണിതുള്ളത്. മരണത്തിന് സ്പർശിക്കാനാവാത്ത ഒരു ആത്മശരീരം നാം പ്രാപിക്കും. Today we abide in a mortal body, we are going to put on an immortal body where death cannot have any control. നിത്യത സ്ഥാപിക്കപ്പെടുമ്പോൾ അത് ജയഭേരി മുഴങ്ങുന്ന ഒരു അനുഭവമായി മാറാൻ പോകുകയാണ്. As eternity is established, there's an atmosphere, victory is always ringing. ലോകത്തിന് നാനാഭാഗത്തു നിന്നും ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെട്ട് നിത്യത എത്തിക്കുന്ന വിശുദ്ധന്മാരുടെ ജയഘോഷം കൊണ്ട് നിത്യത മുഖരിതമാകും. Then the eternity is just reverberated with the shout of people of God who attend victory from different corners of the world and come to eternity. കൺവെൻഷനും അത് തന്നെയാണ് സംഭവിക്കുന്നത്. The same takes place during a convention too. എസ്തേർ 9:25 വാക്യത്തിൽ Book of Esther chapter 9 verse 25. അവിടെ ഇങ്ങനെ വായിക്കുന്നു. This is what we understand. യഹൂദന്മാർക്ക് വിരോധമായി ചിന്തിച്ച ഉപായം ശത്രുവിന്റെ തലയിലേക്ക് തിരിയുവാനിടയാക്കിയ ഒരു ദിവസം. There's a day that the device that is cooked up against the Jews were turned against the enemies. അവന്റെ ശത്രുക്കളുടെ പുത്രന്മാരെ ഇല്ലായ്മ ചെയ്തതായ ഒരു ദിവസം. There's a day that the sons of the enemies were destroyed. എത്ര പേരുണ്ടായെന്നറിയോ? 10 പുത്രന്മാരുണ്ടായിരുന്നു. 14 വാക്യത്തിൽ വായിക്കുന്നു. In verse 40 we read that they had 10 sons. ശത്രുവിന്റെ ഉപായം പരാജയപ്പെടുന്നതായ ദിവസങ്ങളാണ് കൺവെൻഷൻ. During the convention they saw the days enemy's device shall be destroyed. ശത്രു എന്താണ് ചെയ്തിരിക്കുന്നത്? What has the enemy done? സത്യത്തിലേക്ക് വരാതെ, വെളിച്ചത്തിലേക്ക് വരാതെ, നിത്യജീവനം പ്രാപിക്കാതെ അനേകരെ വഞ്ചിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. The enemy is just tantalizing many people from coming to truth and eternity. എന്നാൽ ദൈവമക്കൾ കൂടി വന്ന് ആരാധിക്കുകയും സാക്ഷ്യം പറയുകയും ദൈവവചനം പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? Whenever the people of God get together, make testimony and give the word of God, what takes place there? അനേക ആത്മാക്കളെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. The eyes of many souls open. അവർ സത്യത്തെ അനുസരിപ്പാൻ തയ്യാറാകുന്നു. They prepare to obey the truth. അതോടുകൂടെ ശത്രുവിന്റെ ഉപായം പരാജയപ്പെടുകയായി. Whereby the device of the enemy is completely toppled. ഈ ദിവസം വരെ ദൈവത്തിന് ശത്രുവായി ജീവിച്ചവർ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുകയായി. Till this moment people who have been enemies to Lord now have become friends to God. സുവിശേഷത്തിനും സത്യത്തിനും ശത്രുക്കളായി ജീവിച്ചവര് സത്യം സ്വീകരിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മജീവിതത്തിന് തുടക്കം കുറിക്കുന്നു. So for those who have become enemies and the truth on the cross, they accept the truth, come to this gospel, they believe, get repentant, take water baptism and become friends under the cross. ദൈവത്തിന് സത്യസഭയ്ക്ക് ശത്രുക്കളായി ജീവിച്ചവര് ആ സത്യം മനസ്സിലാക്കി ദൈവസഭയുടെ അംഗത്വം എടുക്കുന്നതായ അനുഭവം ഉണ്ടാകുകയാണ്. In the real life, people who had become enemies of the church of God accept the truth now and they take part as a member of the church. ദൈവജനത്തിന് ശത്രുക്കളായി ജീവിച്ചവർ ദൈവജനത്തോട് ഐക്യപ്പെട്ട് ജീവകാലം മുഴുവനും ജീവിക്കുന്ന തീരുമാനിക്കുന്ന ദിവസങ്ങളാണ് കൺവെൻഷൻ ദിവസങ്ങൾ. Hitherto, those who have become enemies of the church and they accepted this the truth of God and will take a decision that I will follow this fellowship hereafter during the days of convention. 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ Coming to 12 verse chapter 9, കൊല്ലപ്പെട്ട ശത്രുക്കളുടെ സംഖ്യ അവരെ കൊണ്ടുവരുന്നതായി കാണുകയാണ്. we understand the number of the enemies who had brought them. 12-ാം തീയതി 500 അധികം 75,000 പേരെ നിഗ്രഹിച്ചു. On the fifth day, that is 12th day,
More than 500 people, 75,000 were killed. ഇതുകൂടാതെ 13-ാം തീയതി വേറൊരു 300 പേരെ ഞങ്ങൾ സംഹരിച്ചു. Again, 30th day, another 300 people were killed. പ്രിയരെ, ഒരു കൺവെൻഷൻ കഴിയുമ്പോൾ ഒരു കണക്കെടുപ്പ് ആവശ്യം. Beloved people of God, after convention, make a survey is important. ദൈവത്തിന്റെ എത്ര ശത്രുക്കൾ ദൈവത്തിന് മിത്രങ്ങളായി? How many enemies of God had become friends to him? ദൈവസഭയുടെ ദൈവജനത്തിന്റെ എത്ര ശത്രുക്കൾ സഭയുടെയും ദൈവജനത്തിന്റെയും സ്നേഹിതരായി മാറി? How many enemies of the church and the people of God have become friends to the church and people of God? വചനത്തിനും സത്യത്തിനും എതിരെ നിന്ന എത്ര പേര് വചനം അനുസരിക്കുവാൻ തയ്യാറായി? How many people who stood against the truth and the word of God have become the status to accept this truth and word of God? നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി വാഗ്ദത്തം മുറുകെ പിടിച്ച് അവകാശപ്പെടുമെങ്കിൽ ഇതിന്റെ സംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കും. If you become steadfast, get strength in the Lord, and claim the same, the number shall be multiplying. ഒരു സ്ഥലത്ത് ഒരു സ്വമേധാവേല നടത്തി. പകലെല്ലാം വീട് സന്ദർശിച്ച് സുവിശേഷം അറിയിക്കും, വൈകിട്ടൊരു മീറ്റിംഗ് നടത്തി. At a particular place, an open meeting was held. During the daytime, people used to visit their houses with the gospel. Evening, a public meeting was held. അങ്ങനെ 3 ദിവസം നടത്തിയതിനു ശേഷം After conducting such a meeting for 3 days, 3-ാം ദിവസം സ്നാനം ഉണ്ടെന്നും കൂടെ പരസ്യപ്പെടുത്തിയിരുന്നു. the third it is announced there will be water baptism ceremony. വിശ്വാസികൾ ആരും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു അത്. There is a place, it is noted for the absence of any believer. അന്നത്തെ ദൈവദാസൻ 12 കല്ലെടുത്ത് വെച്ചിട്ട് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. The servant of God collected 12 stones and he went on praying. കർത്താവേ, ഈ ദേശത്ത് പ്രവർത്തിച്ചതിനാൽ 12 ആത്മാക്കളെ സ്നാനത്തിന് തരണമേ. Oh Lord, as I walk in this place, just give me 12 souls for water baptism. ഇടയ്ക്കിടയ്ക്ക് നോക്കും, ഓരോ കല്ലും ഓരോ ആത്മാക്കളാണ്. Time and again, his consideration, he would observe every stone is a soul. ഈ ഓരോ കല്ലും സ്നാനമേറ്റ വിശ്വാസികളായിട്ട് മാറുമെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. Telling that every soul shall become a baptized believer, he went on praising God. 3-ാം ദിവസം സ്നാനത്തിന് ക്ലാസ് എടുക്കുമ്പോൾ അനേക ആളുകൾ സ്നാനത്തിനായിട്ട് വന്നിരുന്നു. On the third day, as he was conducting the study for water baptism, many people attended the session. വിശ്വാസത്താൽ എണ്ണി നോക്കി, പക്ഷേ 11 ഉള്ളൂ, 12 ഇല്ല. By faith he numbered, he counted only 11, the 12th one was missing. കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടില്ലയോ? Oh Lord, didn't you incline to my prayer? എന്റെ വിശ്വാസത്തെ നീ മാനിച്ചില്ലയോ? Oh Lord, didn't you honor my faith? ഞാൻ 12 കല്ലുകൾ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചല്ലോ, 11 പേരെ സ്നാനത്തിന് വന്നുള്ളല്ലോ എന്ന് ദൈവത്തോട് പരാതി പറഞ്ഞു. I collected 12 stones and prayed for water baptism. Only 11 people reported. He expresses grievance unto God. ലഭിച്ച ആത്മാക്കൾക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്നാനത്തിന് ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നു. For the available souls, he praised God and he was conducting the study. ക്ലാസ് കഴിഞ്ഞ് സ്നാനത്തിന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ Once the study was over, as when he about to set out for the baptism, ഒരു സ്ത്രീ ദൂരെ ഓടി വരുന്നു. a woman was running afar off. അവർ വന്നപ്പോഴേ ചോദിച്ചു, ബൈബിൾ ക്ലാസ് എല്ലാം കഴിഞ്ഞോ? As a reporter, she asked, has the Bible study been over? കഴിഞ്ഞല്ലോ. It has been over. അയ്യോ, ഞാൻ സ്നാനപ്പെടാൻ വന്നതാ, എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് സ്നാനം തരുമോ? Alas, I come here to water baptism. I could attend this class, and will you just give me water baptism? എന്റെ വീട്ടുകാർ ഭയങ്കര എതിർപ്പായതുകൊണ്ട് ഇന്ന് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഞാൻ ഇവിടെ എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. The members of the family, they are inimical to me. They never permitted me. I never thought that I will be able to reach here on time. ദൈവകരുണയാൽ ഓടി ഞാൻ ഇപ്പോഴെങ്കിലും എത്തിച്ചേർന്നു. പക്ഷേ ക്ലാസ്സിൽ പങ്കെടുക്കാത്തതിനാൽ എനിക്ക് സ്നാനം നിഷേധിക്കുമോ? By the grace of God, at least I could reach here. I couldn't attend the class, the study. Can I get the opportunity to walk to baptism? ആ സഹോദരിയുടെ രക്ഷയും പ്രത്യാശ ഉറപ്പുവരുത്തിയിട്ട് ആ സഹോദരിക്കുടെ സ്നാനം കൊടുത്തപ്പോൾ 12 എന്നുള്ള സംഖ്യ നിറവേറി. After confirming her faith and the expense of repentance, she was given water baptism, and the complete number 12. പ്രിയ ദൈവമക്കളെ, സുവിശേഷങ്ങൾ കൺവെൻഷൻ നടത്തുമ്പോൾ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? Relevant people of God, during the days of God's meetings, the convention, are we able to offer this fashion of prayer? ചിലർക്ക് സംഖ്യ വെക്കാൻ വലിയ പേടിയാ. Some people are highly frightened of the number. അത് നിറവേറിയില്ലെങ്കിൽ നാണം കൊണ്ടു പോകത്തില്ലേ? If it is not fulfilled, will be put to shame. ഞാൻ ഒരിക്കൽ 2 സഭകൾ ഒന്നിച്ചു നോക്കിയിരുന്ന കാലമുണ്ട്. In the context, I was just looking after 2 churches simultaneously. രണ്ടാമത് പോകുന്ന സഭ, അവിടെ 18 വിശ്വാസികളെ ഉള്ളൂ. In the second church, only 18 members were there. എന്റെ ഉള്ളിൽ വലിയ വേദന ആ ദേശത്തെ കുറിച്ച് ഉണ്ടായി. Concerning the line, I was very much burdened.
ഞാൻ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ചെയ്തു. I did a little bit gospel works there. എന്റെ വിശ്വാസം കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. As there was a dip in my faith, I prayed, ഒരാഴ്ചയിൽ ഒരു പുതിയാത്മാനെ തന്നാ കൊള്ളാം കർത്താവേ. oh Lord, in 1 week, at least give me one new soul. എന്റെ വിശ്വാസക്കുറവിൽ നിങ്ങൾ എന്നെ കളിയാക്കരുത് കേട്ടോ. Please do not mock at me because of my shortage of faith. ഞാൻ അത്രേ പ്രാർത്ഥിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത് ഒരാഴ്ച ഒരു വിശ്വാസ ജീവിതം തരണമേ. I was bold to pray, only that much that as the Lord give me one soul in 1 week. മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നാം 12 ആത്മാക്കൾ 18 പേരോട് ചേർക്കപ്പെടാൻ നീ ഇടയാക്കി. After 3 months, 43, that is 12 souls added to the 18. അതിൽ ഒരാളാണെങ്കിൽ മുൻപ് നമ്മുടെ സഭയിലെ വിശ്വാസിയായിരുന്നിട്ട് ഷാരോൺ സഭയിൽ പോയി അവിടുത്തെ പാസ്റ്ററായി അനേക കാലം പ്രവർത്തിച്ച ആളുവാ. One person formerly our member, and he quit this, he went to the church of Sharon, and he was a pastor there, he left that and returned here. നമ്മുടെ സെമിത്തേരി ചേർന്ന് തനിക്ക് സ്വന്തമായി സെമിത്തേരിക്ക് അല്പം സ്ഥലവും കൂടെ താൻ വാങ്ങിച്ചിട്ടിരിക്കുന്ന ആളാ. Along with the cemetery, he just bought a small plot of land for his cemetery. അദ്ദേഹം പറഞ്ഞു, ഇനി എന്റെ അന്ത്യകാലത്ത് അല്പസമയം എന്റെ മാതൃസഭയിൽ അപ്പോസ്തല ശുശ്രൂഷയിൽ പങ്കെടുത്ത് അവരാൽ എനിക്ക് അടക്കാറത് ലഭിക്കണമെന്നാ പറഞ്ഞ് താൻ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വന്നു. He confessed that I got only limited time. During the last days, I want to come back to my home church, worship unto the Lord, and have good rest, and he joined there. എന്റെ ആഗ്രഹത്തെയും പിന്നീട് സഫലമാക്കി കൊടുത്തു. God just accomplished his desire. ശ്രദ്ധിക്കണമേ, വിശ്വാസത്തോടുകൂടെ ഒരു സംഖ്യ പറയാൻ തയ്യാറാകുമോ? Please be attentive. With faith, are you able to claim a particular number? കൺവെൻഷൻ കഴിഞ്ഞ് ഇത്ര പേര് അഭിഷേകം പ്രാപിക്കണം. Following this convention, this particular number of people should take water baptism. ഇത്ര പേര് സ്നാനത്തിന് തരണം. This particular number should have this waters of baptism. ഇത്ര പേര് കർത്താവിന് വേലക്കിറങ്ങണം. This particular number should come out for the ministry of God. ഇത്ര പേരെങ്കിലും പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരണം. At least this much people should come back from their backsliding. നാം ഒരു സംഖ്യ വെച്ച് പ്രാർത്ഥിച്ചാൽ പിന്നെ കണക്കെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിനെ മാനിക്കുക തന്നെ ചെയ്യും. What we keep a number, make a claim and pray. Once the meeting is open, God of heaven shall honor it. അതെ, അവര് അത് ഒരു വലിയ വിജയത്തിന്റെ ദിവസമാക്കി മാറ്റി. Further, they converted the days of victory. ദൈവം അവർക്ക് ശത്രുക്കളുടെ മേൽ വലിയ ജയത്തെ കൊടുത്തു. God commanded victory over their enemies. മാത്രമല്ല അവർക്ക് അതൊരു വലിയ ഒരു വിശ്രാമത്തിന്റെ ദിവസം കൊണ്ട് ഡേയ്സ് ഓഫ് റെസ്റ്റ് ആയിരുന്നു. In furtherance, that was a season, days of rest. 9-ാം അധ്യായത്തിന്റെ 16, 18, 20 എന്ന വാക്യങ്ങളിൽ Chapter 9 verses 16, 18 and 20. അവർ വിശ്രമിച്ച ദിനങ്ങൾ എന്ന് പ്രത്യേകം പറയുകയാണ്. We understand those were the days of their rest. പ്രിയമുള്ളവരെ, നിത്യത ഒരു നിത്യവിശ്രാമത്തിന്റെ സ്ഥലമാണ്. Beloved people of God, eternity is a place of everlasting rest. ഈ ലോകത്തിൽ നമുക്ക് വിശ്രമിക്കുവാൻ സമയമില്ല. In this world we don't have time to rest. നമ്മുടെ ഒരു സുവിശേഷ വേലക്കാരത്തി മരിച്ചപ്പോൾ When the worker sisters passed away, അവളൊരു സഹോദരി മറ്റ് ബന്ധുക്കോസ് ഭാഗത്ത് വന്ന സാക്ഷ്യം പറഞ്ഞു. her sister belonged to another denomination, came and testified. അന്ന് അവര് എനിക്ക് പരിചയമില്ലാത്തൊരു പാട്ട് പാടി. Then she sang a song which was a strange to me. പുണ്യനാഥനെ നിന്റെ പേർക്കായി സേവ ചെയ്യും അന്ത്യം വരെ നിന്റെ സന്നിധിയിൽ വരുന്നവരെ വിശ്രാമം ഇവിടെ ഇല്ല എന്നായിരുന്നു ആ പാട്ടിന്റെ അടികൾ. The summary is that, beloved master, I will service you till I reach the holy presence. There's no rest in this world. ഏതാണ്ട് 35 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം അവരെ കണ്ടപ്പോൾ ഞാൻ ഓർപ്പിച്ചു, അന്ന് പാട്ട് പാടിയവരല്ലേ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. Around about 35 years ago, that means yesterday I met her. I asked her, didn't you sing that particular song on that context? നല്ല നാഥനെ നിനക്കായി സേവ ചെയ്യും അന്ത്യം വരെ. Beloved master, till the fag end, I'll do service for you. അല്ലർ തീർന്ന് നിന്റെ സഭയിതയെ വരുവാൻ വേണ്ടി In order to come to the persons living all my sufferings. ഇല്ല പാരിൽ വിശ്രമം. So far, there's no rest in this world. ഒരു ദൈവവേദില്ല ഇവിടെ വിശ്രാമം ലഭിക്കുകയില്ല. For a child of God, there cannot be any rest here. കർത്താവിന് വേല ചെയ്യുന്നവർക്ക് അവിടെ വിശ്രമിക്കുവാൻ അവകാശം ഇല്ല. Those who can be near the Lord, there is no rest in this world. സമാഗമന കൂടാരം നമ്മൾ പഠിക്കുന്നവരാണല്ലോ. And we learn the tabernacle of the congregation. അവിടെ ഒരുപാട് ഉപകരണങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. We read about plenty of instruments there. അവിടെ മേശയുണ്ട്. The table is there. ഇല്ലാത്തൊന്നാണ് കസേര അവിടെ ഇല്ല. But chair is not there. കാരണം അവിടെ ഇരിക്കാൻ അനുവാദമില്ല. Because no one is permitted to be seated there. സമാഗമന കൂടാരത്തിൽ അതേ ഒരു മേഴ്സി സീറ്റ് ഉണ്ട്. ദൈവത്തിനിരിക്കാൻ പുരോഹിതനിരിക്കാൻ അവിടെ സ്ഥാനമില്ല. In the tabernacle of the congregation is a particular seat. Mercy seat meant for God. For the priest, there's no particular seat. പുരോഹിതൻ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ തന്നെ എടുക്കുന്ന ജനത്തിനു വേണ്ടി വിശ്രമമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ
കടംപെട്ടിരിക്കുകയാണ്, അതിനായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. Without taking rest even for a single minute and moment, this priest is much obliged, committed to render service till the last breath of his life. നിത്യവിശ്രാമമായ നിത്യതയിൽ എത്തിച്ചേരുന്നവരെയും ഇവിടെ നമുക്ക് വിശ്രാമമില്ല. Till we reach that eternity, where we have the everlasting rest. In this world there is no rest for ഇവിടെ us. നമുക്ക് നിരന്തര പോരാട്ടമാണ്. Here we have perpetual battles. ഒരു പരീക്ഷ കഴിയുമ്പോൾ അടുത്ത പരീക്ഷ, Once one trial is over, that's followed by another. ഒരു യുദ്ധം കഴിയുമ്പോൾ അടുത്തൊരു യുദ്ധം. When one battle is over, that's followed by another. നമ്മൾ യോശുവയുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ, As a focus attention on the book of Joshua, യോശുവയുടെ നേതൃത്വത്തിൽ യഹൂദന്മാർ എത്രയോ യുദ്ധങ്ങൾ നടത്തി. under the captaincy of Joshua, the Jews waged many battles. ഒരു ജാതിയെ കീഴ്പ്പെടുത്തുമ്പോൾ അടുത്ത ജാതി, As he caught one nation, another nation comes up. ഒരു രാജാവിനെ അനുഗ്രഹിക്കുമ്പോൾ അടുത്തൊരു രാജാവ് എഴുന്നേൽക്കുകയായി. As a slay one king, another king comes up. ഒരു ശത്രുവിനെ എല്ലാവരെയും അടുത്ത ശത്രു പുറകെ വരികയായി. As a destroy one enemy, another enemy comes out. അവര് നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. Unceasingly, they had to wage the battle. എങ്കിലും സന്തോഷകരമായൊരു വാക്ക് നമുക്ക് 14:15 വായിക്കാൻ കഴിയും. However, chapter 40 verse 15, we read about a joyful statement. അത് ഇപ്രകാരമാണ്: This is a statement. യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. War ceased, the land had rest. പരീക്ഷയിൽ കടന്നു പോകുന്നതായ ദൈവജനമേ, Beloved people of God, passing through trials. നിരന്തരമായ പോരാട്ടത്തിൽ കൂടെ കടന്നു പോകുന്നതായ ദൈവമക്കളെ, Beloved people of God, passing through permanent temptations. ശുശ്രൂഷയിൽ അനവധി യുദ്ധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അഭിമുഖീകരിക്കുന്നതായ കർത്താവിന്റെ സുവിശേഷ പ്രവർത്തകരെ, Beloved servants of God who have been undergoing challenges one after another in this field. ഇതെന്നു തീരുമെന്ന് നടുവിന് കൈകൊടുത്ത് നീ ചോദിക്കേണ്ടതില്ല. ഒരു ദിവസം തീരും. You need not question, when shall this be over? By supporting your him, one day this shall cease. നമ്മുടെ യുദ്ധം ഒരു നാൾ തീരും. നമുക്കൊരു വിശ്രാമം ഉണ്ടാകുക തന്നെ ചെയ്യും. One day the battle shall be over. We'll have the true rest. ഓരോ ശോധനയും ഓരോ പരീക്ഷയ്ക്കും ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശ്യമുണ്ട്. In every trial, every battle, God has got a tangible plan. ഒരു വിശ്വാസി ദൈവത്തെ ചോദിച്ചു, കർത്താവേ, എത്ര നാൾ ഇങ്ങനെ പരീക്ഷകൾ കടന്നു പോകണം? A believer asks the Lord, "Oh Lord, how long should I pass through such trials?" ഒരു പരീക്ഷ കഴിയുമ്പോൾ അടുത്തത്, One trial is followed by another. ഒരു ശോധനയും വേദന കഴിയുമ്പോൾ അടുത്തത്. One pain follows by another. കർത്താവ് പറഞ്ഞു, The Lord replied, മകളെ, "My daughter, നീ പൊന്നുപോലെ പുറത്തു വരണമെന്നാണ് എന്റെ പ്ലാൻ. is my plan must come out like gold." ഓ, അവിശ്വാസി കണ്ണുനീരോടെ പറയാനിടയായി. Even the unbelievers also said, കർത്താവേ, പ്രവൃത്തികൾ ക്ഷമിക്കണമേ. "Oh Lord, forgive all my impatience. നീ എന്നെ നടത്തുന്ന വഴികളെ കുറിച്ച് സംശയങ്ങളുണ്ട്, ക്ഷമിക്കണമേ. Just forgive the people who are skeptical about thy ways." ഏതുമില്ലാത്ത എന്നെ പൊന്നുപോലെ ആക്കി തീർക്കുവാനുള്ള അവിടുത്തെ പദ്ധതിക്കായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. I glorify the name on you are planning to make me gold. I who have nothing. നിരന്തരമായ യുദ്ധങ്ങൾ ദൈവം നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയാണെന്നുള്ള മറന്നു കളയേണ്ട. Just bear in mind that God is doing a great work in working us, whereby we wage battles permanently. അത് മാല പോലെ ഒന്നിനു പുറകെ ഒന്നേ പരീക്ഷയും ശോധനയും വെറുതെയാണെന്ന് ഒരിക്കലും ധരിക്കേണ്ടതില്ല. Don't misunderstand, like chains, problems are coming one after another. It is without any purpose. ഇത് അനുവദിക്കുന്നവൻ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ ഇതിനൊന്നും ഒരു വിശ്രാമമൊക്കെ കൽപ്പിക്കുക തന്നെ ചെയ്യും. The one who lets this battle, once this work is over, he'll permit rest in your life. ഈ വേലയുടെ ആരംഭകാല വിശുദ്ധന്മാരെല്ലാം മരിച്ചത് ഇന്ന് ഞങ്ങൾ രാവിലെ കേട്ടതുപോലെ കായും കാലും ഇട്ടടിച്ചൊന്നുമായിരുന്നില്ല. All the saints who marked the beginning of this ministry, they passed away, as we heard this morning, not to have been sumptuously. പാസ്റ്റർ പോളിന് മുൻപ് തന്നെ തന്റെ ഒരു മകൾ ശുശ്രൂഷയിൽ മരിക്കാനിടയായി. Before Pastor Paul, one of his daughters died in this ministry. ആ സമയം താനും ഒരു കഷ്ടത്തിലിരിക്കുകയായിരുന്നു. And he was also in a physical ailment. മകളുടെ അവസാന നിമിഷമായി താൻ അടുത്ത മുറിയിലിട്ട് ചെന്നു. He went to the adjacent room when the daughter was at her faggot. നീ പൊയ്ക്കൊള്ളുക, ഞാൻ പുറകെ വരാമെന്ന് പറഞ്ഞു. Telling, bidding farewell, I'll follow you. ആ മകൾ കണ്ടടച്ചു. So she winked. പാസ്റ്റർ പോളിനവും പറഞ്ഞു കഴിഞ്ഞാൽ Concerning Pastor Paul, താൻ മരിക്കുന്നതിന് മുമ്പ് കിടക്കയിൽ ഇങ്ങനെ പറയുകയുണ്ടായി. in the deathbed he said, കഴിഞ്ഞ 7 വർഷമായി ഞാൻ കനാൻ അനുഭവിക്കുന്നു, സ്വസ്ഥത അനുഭവിക്കുന്നു. I have been experiencing Canaan, the land of rest, for the past 7 years. മരിക്കുന്നതിന് തൊട്ട് മുമ്പല്ല, 7 വർഷം കൊണ്ട് ഞാൻ സ്വസ്ഥത പ്രവേശിച്ചിരിക്കുകയാണ്. It's not just before, isn't it? 7 years ago, I entered real rest. പാസ്റ്റർ ഫ്രെഡി മരിക്കുന്നതായ വേളയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I heard about the last 2 minutes of Pastor Freddy. താൻ അന്ത്യക്കിടക്കയിൽ
തന്നെ കാണുവാൻ അനേക ദൈവമക്കൾ കടന്നു വന്നുകൊണ്ടിരുന്നു. He wanted the final many people wanted to visit him. താൻ കിടന്നുകൊണ്ട് തന്നെ അവിടെ എല്ലാം തലവേലും കൈവച്ചവരെ ആശീർവദിച്ചുകൊണ്ടിരുന്നു. Lying on the bed, he laid his hand upon the other people and blessed them. ഇങ്ങനെ താൻ ബലഹീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Although he was getting weakened, he was growing more and more in prayer. ഇത് കണ്ടുകൊണ്ടിരുന്ന പാസ്റ്റർ പാസ്റ്റർ ഡോൺ പറഞ്ഞു, വരുന്നവരോട് പറഞ്ഞു, പ്ലീസ് സ്റ്റോപ്പ്. Pastor Don, who had witnessed this, the visitors, he requested them to stop there. അവിടെ വന്നുകൊണ്ടിരുന്നവരങ്ങ് നിന്നു. The pastor's face stopped there. ഒരു നിമിഷം പോലും എടുത്തില്ല. It did not take even 1 minute. പാസ്റ്റർ ഫ്രെഡി വാ തുറന്ന് അമേസിംഗ് ഗ്രേസ് എന്ന് 2 തവണ പറഞ്ഞിട്ട് കണ്ണടച്ചു. Pastor Freddy opened his mouth, confessed 2 times, amazing grace, and he closed his eyes. വിശുദ്ധന്മാർ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Saints enter the rest. ബഹുമാനപ്പെട്ട പാസ്റ്റർ എം.ടി. തോമസ് അവറുകൾ ഇന്ന് രാവിലെ എനിക്ക് ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു, This morning, at the time of Bible study, distinguished Pastor M.T. Thomas said, തിരുവല്ലായിൽ പാസ്റ്റർ എ.സി. തോമസ് മരിക്കുന്നതായി വേളയിൽ at Tiruvalla, during the fragment of Pastor A.C. Thomas, മറ്റുള്ളവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ as he was engaged in conversation with others, പെട്ടെന്ന് പറഞ്ഞു, അതാ പാസ്റ്റർ പോൾ, അദ്ദേഹം എന്നെ വിളിക്കുന്നു, ഞാൻ പോകട്ടെ. suddenly he said, behold, Pastor Paul, he beckons me, let me go. കണ്ണുകൾ മൂടിക്കഴിഞ്ഞു. He closed his eyes. ഇങ്ങനെ പറയണമെങ്കിൽ എന്റെ അറിവിൽ ധാരാളം ശുശ്രൂഷകളുടെയും വിശ്വാസികളുടെയും പറയാനുണ്ട്. The list is a detailed one. The history of plenty workers I have to quote. ദൈവമക്കളുടെ കടന്നുപോക്ക് അതൊരു വലിയ സ്വസ്ഥതയാണ്. The departure of the children of God, really an experience of rest. ഒരു വലിയ വിശ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. We enter an everlasting rest. അവരുടെ ആ യുദ്ധം തീർന്ന അവസാന ശത്രുക്കളെ ഇങ്ങനെ കീഴടക്കി നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയാണ്. Their battle is over. They conquered the last enemy. They step into the everlasting rest. പൂരീം എന്നതായ ആ പെരുന്നാള് ശത്രുക്കയിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ചതായ ദിവസമായി അവർ ആചരിച്ചു. The day of the feast of Purim, they awaited the attack of the enemies. They entered rest. ഹാമാന്റെ 10 പുത്രന്മാരെ അവരെ കഥ കഴിച്ചതായി നമ്മൾ 9-7 വാക്യങ്ങൾ കാണുന്നു. Chapter verses 7 we understand they finished off all the 10 sons of Haman. എന്താണ് അതിനെ സൂചിപ്പിക്കുന്നത്? What does it indicate? വെളിപ്പാടിന്റെ പുസ്തകം 2-10 വാക്യത്തിൽ Book of Revelation chapter 2 verse number 10. നിങ്ങൾ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. You will not fear what you have to forbear. 10 ദിവസം നിങ്ങൾക്ക് കഷ്ടതയുണ്ടാകും. 10 days you will have tribulation. ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് തരും. Remain faithful till the end of the life. If so, I'll give you the crown of life. ഒരു 10 ദിവസത്തെ കഷ്ടത. Sufferings meant for 10 days. അത് കേവലം 10 ദിവസം എന്നുള്ളതല്ല. It is not simply 10 days. അത് കഷ്ടതയ്ക്ക് അതിന്റേതായ പൂർണ്ണതയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. It indicates sufferings have got their own perfection. ആ പൂർണ്ണതയ്ക്ക് ചിലപ്പോൾ വർഷങ്ങളെടുക്കാം, ചില മാസങ്ങളെടുക്കാം, ചില ദിവസങ്ങളാകാം, ചിലപ്പോൾ മണിക്കൂറുകളാകാം. For the perfection, sometimes it requires years, sometimes months, sometimes days, sometimes hours, sometimes minutes. വർഷങ്ങൾ കൊണ്ട് ഈ 10 തികച്ചു വരെ എനിക്കറിയാം. I know that the 10 days people come and take it for long years. 10 തികയ്ക്കാൻ മാസങ്ങൾ മാത്രം എടുത്ത് വരെ അറിയാം. I know people take it for long months to cover 10 ഈ days. തികവ് പ്രാപിക്കാൻ ദിവസങ്ങൾ എടുത്ത് വരെ അറിയാം. I know people who took only a few days to cover up. ഈ 10 എന്നുള്ളതായ പൂർണ്ണത പ്രാപിക്കാൻ കേവലം മണിക്കൂറുകളും നിമിഷങ്ങളും എടുത്ത് വരെ എനിക്കറിയാം. I know the case of people do simply hours or minutes to cover up this particular period of 10 days. ഒരു കാര്യമുണ്ട്, കഷ്ടതയ്ക്ക് അതിന്റേതായ ഒരു പൂർണ്ണതയുണ്ട്. What is the issue on? Sufferings have got their own perfection. അത് കഴിയുമ്പോൾ സ്വസ്ഥത, അത് കഴിയുമ്പോൾ നിത്യവിശ്രാമം. Thereafter there is rest, there is everlasting comfort. പ്രിയരെ, കൺവെൻഷനും ഇത് തന്നെയാണ് സംഭവിക്കേണ്ടത്. Beloved people of God, during convention, this must be the result. കൺവെൻഷൻ അനേകര സ്വസ്ഥതയുടെ വിവിധ അനുഭവങ്ങളിലേക്ക് നടത്തപ്പെടുന്നതായിട്ട് മാറും. During this convention, many people should be led into the rest and comfort. സ്വസ്ഥതയ്ക്ക് അനവധി പടികളുണ്ട്. Rest has got different stages. ഒന്നാമത് പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന ഒരു സ്വസ്ഥത. The first step is get delivered from sin is rest. എന്റെ പാപത്തോട് പോരാട്ടം ഉള്ളിൽ കിടക്കുന്ന കാലത്തോളം സ്വസ്ഥതയിലേക്ക് കടന്നു പോകുന്നില്ല. So long as there are battles within you against sin, you cannot enter rest. ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരെങ്കിലും മനസ്സ് അസ്വസ്ഥപ്പെട്ട് കടന്നു വന്നിട്ടുണ്ടോ? This morning have you come being restless? സ്വസ്ഥതയില്ലാതെ ഇവിടെ വന്നിട്ടുണ്ടോ? Come being discomforted? ശോധന ചെയ്താട്ടെ ഉള്ളിൽ പാപം കിടപ്പുണ്ടോയോ? Examine yourself. Do you have sin within you? കഴിഞ്ഞ ഒരു കൺവെൻഷന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കാൻ വന്നു. During the recent conventions, one believer came seeking prayer. എനിക്ക് ഉറക്കം വരുന്നില്ല. Pastor, I am sleepless. ഉറങ്ങുവാൻ കണ്ണ് അടയ്ക്കുന്ന ഉടനെ പലവിധമായ ദുസ്വപ് കാഴ്ചകൾ ഞാൻ കാണുകയാണ്. As I close my eyes, I have nightmare. എനിക്കിതിന് വിടുതലിന് വേണ്ടിയും നല്ലൊരു ഉറക്കത്തിന് വേണമെന്ന് പ്രാർത്ഥിക്കും. For a deliverance, to have sound sleep, please pray for me. ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കുമെന്ന് ഒരു വാക്ക് ഞാൻ ചോദിച്ചുകൊള്ളട്ടെ. Let me ask one thing before praying. താങ്കൾ എല്ലാം
ജീവിതത്തിലെ എല്ലാ ആകാത്ത കാര്യങ്ങളും ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? Have you confessed all the untoward things from your life? ഏറ്റു പറയാതെ എന്തെങ്കിലും ഹൃദയത്തിലുണ്ടോ? Is there anything that is left in your mind which is quite unconfessed? ഞാൻ തെറ്റിപ്പോയിരിക്കുമെന്ന് വിചാരിച്ച് ശങ്കിച്ചിട്ട് അവൻ പറയാണ് ഉണ്ട്. I'm telling that is true. ഞാൻ പറഞ്ഞു, താങ്കൾ ദൈവത്തോടും വളരെ വിശ്വസ്തനായ ഒരു വിശുദ്ധനെ കണ്ട് ഈ ഹൃദയഭാരങ്ങൾ മുഴുവനൊന്ന് പങ്കുവെച്ചാൽ ഉറക്കം വരും. I told, see, confess everything unto the Lord. Meet a faithful servant of God. Share your experiences. You will have sound sleep. അസഹിഷ്ണുത എന്ന പേരുള്ള ഒരു ചെറിയ പാപം ഉള്ളപ്പോഴും നിങ്ങൾ സ്വസ്ഥത പ്രാപിക്കാൻ പോകുന്നില്ല. As long as the minor sin that is unforgiveness, impatience, you are not going to have any rest. ഒരു കുടുംബനാഥന് അസഹിഷ്ണുത എന്തിനാരെന്ന് അറിയാമോ? You know what for the impatience of the head of the family? ചോറുണ്ണാനിരിക്കുമ്പോൾ As he is there about to have his food, ഭാര്യ ഭക്ഷണവും ഡിഷസ് എല്ലാം കൊണ്ടുവയ്ക്കും. wife will keep arrange all the dishes and food. പക്ഷേ ആ അച്ചാറ് ഇദ്ദേഹത്തിന് വലത്തുവശത്ത് ഇരിക്കുന്നതാണ് ഇഷ്ടം. The pickle, he is delighted to have the right hand side. സ്ഥിരമായ ഭാര്യ അടുത്ത വശത്ത് വയ്ക്കും. Regularly she will keep it at that left hand side. ഊണ് തുടങ്ങുമ്പോൾ താൻ എടുത്ത് വലത്തുവശത്ത് വെച്ചിട്ട് ഉണ്ണാൻ തുടങ്ങും. Time and again he will keep it the right hand side and have his food. ഇതെന്നും നടന്നുകൊണ്ടിരിക്കും. This was a routine affair. ഭാര്യയോട് പലപ്രാവശ്യം പറഞ്ഞു, എനിക്കിത് വലത്തുവശത്ത് വെക്കണം, ഞാൻ നിന്നോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യാത്തെ? Repeatedly he told his wife, I asked you again and again to give the right hand side. You do not do that one. What shall I do? അടുത്ത പ്രാവശ്യം ചെയ്യാം. Next time I'll do. പിന്നെ അടുത്ത വശത്ത് കൊണ്ടുപോയി. Again saying history. ഒടുവിൽ ഇദ്ദേഹം തീരുമാനിച്ചു, Finally he decided, ഈ അടുത്ത വശത്ത് തന്നെ അങ്ങ് ഇരുന്നോട്ടെ. let it remain the left hand side. അന്ന് മുതൽ ഭാര്യ വലത്ത് വയ്ക്കാൻ തുടങ്ങി. Since then she started keeping the right hand side. അപ്പൊ എവിടെയാണ് പ്രശ്നം? Where is the problem now? ഇവിടെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. Within us only. ഏതൊന്നിനോടും അസഹിഷ്ണുത നിലനിൽക്കുന്നുവോ അതിനെ പരിഹരിക്കുവാൻ ദൈവം ചില വ്യക്തികൾ ഉപയോഗിക്കുകയാണ്. Against what elements we have impatience, in order to tackle that God is employing some individuals. അസഹിഷ്ണുത എന്നത് ഒരു വലിയ പാപമാണ്. Impatience is a great sin. ആ ഒരു പാപം നിലനിൽക്കുന്നിടത്തോളം ഉള്ളിൽ സ്വസ്ഥതയും സമാധാനവും വിശ്രമം കൈവരികയില്ല. So long as that sin remains in you cannot have rest, comfort and quietness. അവസാന ശത്രു നിഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വലിയ സ്വസ്ഥത ഉണ്ടാകും. Till the last enemy is destroyed, we will have absolute peace. കൺവെൻഷൻ അനേകർ പാപത്തിൽ വിടുവിക്കപ്പെടട്ടെ. During this convention, many must be rescued from sin. ഇനി സ്നാനത്തിൽ ഒരു വലിയ സ്വസ്ഥതയുണ്ട്. Again, in water baptism, great rest is there. പക്ഷേ വിശ്വാസികളോട് ഞാൻ പറയുകയാണ്, Let me tell the believers, ഈ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയവർ അനേകർ ജീവിക്കുന്നു. there are many people who have squandered this rest. ഒരിക്കലും ഒരു ദൈവവൈദ്യരുടെ സ്വപ്നം കണ്ടു. Once a child of God had a dream, ഒരു വലിയ വെള്ളപ്പൊക്കം, a great flood. ഒരു പലമാറിയ ഒരു തലയോട്ടി മാത്രം ഇരിക്കുന്നു. A skull was only there in the bureau. നോക്കിയപ്പോൾ തന്റെ തലയോട്ടിയാണ് ഇരിക്കുന്നത്. To surprise, that was his own skull. അത് കഴിഞ്ഞ ഒരു ട്രെയിൻ യാത്ര കാണുകയാണ്. After which a train journey was ആ seen. കണ്ട തലയോട്ടി മാംസവും എല്ലാം പിടിച്ച് ഒരു മനുഷ്യനായി, ഒരു അപരനായി തന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. That the skull was faced with the flesh, that has become a human being, an imposture, his journey. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? Could you understand the meaning? വെള്ളപ്പൊക്കം സ്നാനത്തെ കാണിക്കുന്നു. Flood speaks about water baptism. സ്നാനത്തിൽ പഴയ മനുഷ്യനെ കുടിച്ചിട്ടു, അത് തീർന്നു കഴിഞ്ഞു, മണ്ണോട് ചേർന്ന് കഴിഞ്ഞു. At water baptism, the old man is buried, that had become one with the soil. ആ പഴയ മനുഷ്യൻ പുനഃപുനരുജ്ജീവിപ്പിക്കപ്പെട്ടു, അതാണ് ദൗർഭാഗ്യകരം. The old man was quickened again, that's unfortunate. സ്നാനത്തിൽ മരിപ്പിച്ചതായ സ്വഭാവങ്ങൾ വീണ്ടും കടന്നു വന്നു. The nature which is mortified at water baptism came back. സ്നാനത്തിൽ ലഭിച്ചതായ ജയത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. The victory that was attained through water baptism is wasted now. ഇതാ ആ മനുഷ്യൻ ഈ ജീവിതയാത്രയിൽ കൂടെ വരികയാണ്. This facsimile is following this man throughout his journey. ട്രെയിനിൽ രണ്ടുപേരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുസ്തിയും പിട്ടിയുമാണ്. Both always make wrestle throughout the journey. ഈ പഴയ മനുഷ്യനെ ഉന്തി തള്ളി ഈ ട്രെയിനിനെ വെള്ളി തടഞ്ഞിട്ട് കതകങ്ങ് അടച്ചു. This old man is hustled and pushed out of the train. It was locked. രക്ഷപ്പെട്ടല്ലോ അയാളുടെ കയ്യിൽ നിന്ന്. From him I got rescued. കുറച്ചു കഴിയുമ്പോൾ എവിടെയോ അള്ളി പിടിച്ചു കയറി വരുന്നു. After a short while that man comes again to the train. വീണ്ടും യുദ്ധം. Again wrestling. ഈ പ്രാവശ്യം ഇയാളെ പിടിച്ച് വെള്ളി തള്ളി. This time that man pushes this man out. നഷ്ടപ്പെട്ടു പോയല്ലോ. He feels I'm lost. എങ്കിലും കൃപയാൽ എവിടെയോ പിടിച്ചു കയറി വരാൻ പറ്റി. By the grace of God he got some grip and came out. യാത്ര മുഴുവൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ജയവും തോൽവിയും ജയവും തോൽവി. Throughout the journey that is a push pull, victory, defeat, victory, defeat. അന്ത്യം എന്താകുമെന്ന്
താൻ ഭയപ്പെട്ടിരിക്കുമ്പോൾ As is panic stricken, what shall be the end? അതേ സീറ്റിൽ നിന്നൊരു പോലീസുകാരൻ എഴുന്നേറ്റ് ഈ അപരനെ പിടിച്ച് വെളി തള്ളി കഥകടച്ചു എന്നേക്കും രക്ഷപ്പെട്ടു. From the same seat, a policeman came out. This facsimile was pushed out. The door was closed, and forever there is rest. സ്നാനപ്പെടുമ്പോഴെല്ലാം ഞാൻ സ്നാനപ്പെടാൻ ഓർപ്പിക്കുന്ന ഒരു സംഗതിയാണ്. Whenever you come to the water baptism, this is informed to you. ഇന്ന് വരെ നിങ്ങൾക്ക് എന്തെല്ലാം തോൽവികളുണ്ടെങ്കിലും സ്നാനവെള്ളത്തിൽ കയറുമ്പോൾ നിങ്ങൾ ജയം ലഭിച്ചിരിക്കും. So far, what are the failures you have been experiencing? As you come out of the water baptism, you will attain victory. ജാഗ്രതയില്ലാത്ത നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്നും പോരാട്ടമായിരിക്കും. Once that which is lost, ever that shall be lost, and battle shall continue. എന്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, Fellow believers, listen to my message. സ്നാനപ്പെടുന്നതിന് മുമ്പുള്ള പോരാട്ടങ്ങൾ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ Have you been experiencing the battles that you had before taking water baptism? നമുക്ക് വലിയ അബദ്ധം പറ്റിപ്പോയി. We have become misconceived. ദൈവസന്നിധിയിൽ വീഴാം. Let us fall down in the presence of God. ദൈവത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെടാം. Let us be subjected to the power of God. നീ തന്നതായ വിടുതൽ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. Oh Lord, I lost the deliverance and rest thou hast commanded. ഇനി നിന്റെ കരുണയാൽ തിരികെ തന്നാൽ ജീവകാലത്തൊരിക്കലും അടിമപ്പെടാതെ ഞാൻ ജീവിച്ചുകൊള്ളാവുന്നൊരു തീരുമാനമെടുത്താൽ ദൈവം ജയം തരും. If you're able to make a decision, if you restore the same once again, I will just keep myself from falling again. God shall command you deliverance. സ്നാനപ്പെടാത്തവർ സ്വസ്ഥതയിലേക്ക് വരിക മാത്രമല്ല, സ്നാനപ്പെട്ടവരും ഈ സ്വസ്ഥതയിലേക്ക് വീണ്ടും വരുന്ന അനുഭവമായി തീരട്ടെ കൺവെൻഷൻ. Not only the unbaptized people, even the baptized people come back to this rest during the days of convention. പൂരീം എന്നത് അത് സ്വസ്ഥതയുടെ വിശ്രാമത്തിലെ ദിനങ്ങളായിരുന്നു. The days of rest and comfort. അടുത്തത് ഇറ്റ് വാസ് എ ഡേയ്സ് ഓഫ് ഗിഫ്റ്റ്സ്. Further, it was a season, days of gifts. ഈ പൂരി ദിവസങ്ങൾ ഇവിടെ നാം വായിക്കുന്നുണ്ടല്ലോ 9:21 വാക്യത്തിൽ. Chapter 9 verse 21, we read about the days. ആ ദിവസങ്ങൾ എങ്ങനെയാണ് അവർ ആചരിച്ചത്? How did they observe the days? അവർ സമ്മാനങ്ങൾ തമ്മിൽ കൊടുത്തു വിടുവാനും They exchange gifts one another. ദരിദ്രന്മാർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന നാളായിട്ട് തന്നെ ആചരിച്ചു. They send portions and gifts to the poor. പ്രിയമുള്ളവരെ, ഇത് ഒരു കൊടുക്കുന്ന ദിവസങ്ങളാണ്. Beloved people of God, these are the days of offering to the poor. നമ്മൾ നിത്യതയിലേക്ക് ചെന്നാൽ കൊടുക്കാൻ തുടങ്ങുകയായി. As we reach eternity, we start offering to others. ദൈവത്തിന് കൊടുക്കാൻ തുടങ്ങുകയായി. We start offering to God. എന്താണ് കൊടുക്കാൻ പോകുന്നത്? What is going to be offered? വെളിപ്പാട് 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ Book of Revelation chapter 4 verse number 9. നിത്യചിരനായ വിശുദ്ധന്മാർ, The saints who reach eternity. അവര് ദൈവത്തിന് മഹത്വവും ബഹുമാനവും സ്തോത്രവും സ്തുതിയും കൊടുത്തുകൊണ്ടേയിരിക്കും. They keep on offering God as they reach eternity, honor, praise, glory and majesty. നാം ദൈവത്തിന് മഹത്വവും സ്തുതിയും കൊടുക്കാൻ തുടങ്ങുന്നത് അതാണ് നിത്യത. As we reach eternity, we are going to offer honor, praise and glory to God. ഒരു നിരന്തര സ്തുതിയുടെ സ്ഥലമാണ് നിത്യത. Eternity is a wedding in which permanent praising shall be prevailing. ഒരു കാര്യം പറയാനുണ്ട്. Indeed, one thing should be referred to. ഇവിടെ വെച്ചേ തുടങ്ങണം. From here itself we has marked the beginning. വായിന്ന് സ്തോത്രം വരാത്ത ഒരു ദൈവവേദന നിങ്ങൾ കണ്ടുപിടിച്ചോ, സ്വർഗത്തിൽ പോകുന്ന വ്യക്തിയല്ല എന്ന് ഉറപ്പാണ്. If you notice a child of God who fails to articulate thanks or praising, just identify he cannot enter the kingdom of God. സ്വർഗത്തിൽ പോകുന്ന ആളാണോ എന്ന് അറിയാൻ സ്നാനപ്പെട്ടാണ് ചോദിക്കേണ്ട, അഭിഷേകം പ്രാപിച്ച് ചോദിക്കേണ്ട, TP വിശ്വാസികൾ ചോദിക്കേണ്ട, ദശാംശം കൊടുക്കണം ചോദിക്കേണ്ട, ഒന്നും ചോദിക്കേണ്ട. അവന്റെ വായിൽ സ്തുതിയുണ്ടോ അവൻ സ്വർഗത്തിൽ പോകുന്നവനെ, ഇല്ലെങ്കിലോ പോക്കാം. To observe whether he'll go to the kingdom of heaven, simply watch him. And you did not ask him whether he has repented, taken water baptism, received upon the Holy Spirit of God. He has become a Pentecostal person, giving time, nothing at all. If he articulates the praising, he will go, otherwise not. ആരാധനയ്ക്ക് വന്ന് അങ്ങുമിങ്ങും നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ നിത്യതയെ കാണത്തില്ലല്ലോ, ഒരധരം തുറക്കണമേ. When we notice a person who comes to the meeting simply keeping silence, praying to God, oh Lord, this man doesn't open his lips, he will not be found in eternity. വിശുദ്ധന്മാർ നിരന്തരം മഹത്വവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും അവന് കൊടുത്തുകൊണ്ടേയിരിക്കും. The saints of eternity shall be permanently offering praises, honor, glory and thanks unto God. നിത്യത എന്നത് നാം ദൈവത്തിന് കൊടുക്കുക മാത്രമല്ല, Eternity, it is not simply we offer unto God. ദൈവം നമുക്കും തരുന്നതായ ഒരു സ്ഥലമാണ്. It's a place where God supplies our needs too. തന്റെ വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമാണ് നിത്യത. Eternity is a place the Lord is going to offer reward to the saints. ദൈവവയതിൽ കടന്നു പോകുന്ന
ഒരു കഷ്ടതയും വൃഥാവായി തീരുകയില്ല. The sufferings the child undergoes shall not end in vain. ഒരു നിന്നാവാക്കുകൾ വൃഥാവായി തീരുന്ന എല്ലാ പ്രതിഫലമുണ്ട്. Nobody reproaches shall end in vain. For everything there is a reward. നാം ദൈവത്തിനായി ചെയ്യുന്നതും സഹിക്കുന്നതും ഒന്നും വൃഥാവായി പോയിരുന്ന എല്ലാം പ്രതിഫലമുണ്ട്. What all we do for the sake of the name of God, whatever is suffered for everything, there's a reward in eternity. ഒരു ചെറിയ കുട്ടിയെ ഹോസ്പിറ്റൽ ഓപ്പറേഷന് കയറ്റേണ്ട ആവശ്യം വന്നു. A small child was admitted to the hospital to be operated upon. വേദന സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞ് കരയാണ് കുട്ടി. Crying because of excruciating pain. എനിക്ക് സർജറി വേണ്ട, എനിക്ക് വേദന സഹിക്കാൻ വയ്യ. Telling, I don't know surgery, I'm not able to combat this pain. അവസാനം മാതാപിതാക്കന്മാര് പറഞ്ഞു, ആ കുട്ടിയോട് പറഞ്ഞു, Finally, the parents told the child, എങ്ങനെയെങ്കിലും വേദന സഹിച്ച് ഈ സർജറി കഴിയുമ്പോൾ ആശുപത്രി ഇറങ്ങുമ്പോൾ ഒരു നല്ല സൈക്കിൾ ഓടിച്ചാൽ somehow or other, combat this pain, undergo the surgery. As you are relieved of the pain in hospital, I'll get a good cycle. പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് അതിൽ വലിയ ഒരു സൈക്കിൾ കിട്ടും. എങ്ങനെയെങ്കിലും വേദന കടിച്ചങ്ങ് അമർത്താൻ തീരുമാനിച്ച് സർജറിക്ക് തയ്യാറായി. The child, the poor family, it was anxious of that cycle and it wanted to just swallow up the pain. സർജറി കഴിഞ്ഞപ്പോൾ Once the surgery is over, അപ്പനമ്മയോട് എന്താ പറഞ്ഞെന്നറിയാമോ? what the parents what was said, എനിക്ക് സൈക്കിൾ തന്നാ പോരാ, it is not enough if you offer me a cycle. ഞാൻ കടിച്ചു പിടിച്ച് സഹിച്ച വേദന ഓർത്ത് എനിക്കൊരു കാർ തന്നെ വേണം. For the excruciating pain that I underwent, you must offer me a car. ദൈവമക്കളെ, സ്വർഗത്തിൽ ദൈവം നമ്മുടെ പ്രതിഫലം ഒന്നും കുറച്ച് കളയത്തില്ല. Beloved people of God in eternity, God is not going to take away any part of a reward. സഹിക്കാനുള്ളത് സഹിച്ചാൽ സൈക്കിൾ തരിക തന്നെ ചെയ്യും. അതൊരിക്കൽ പെൻസിലാക്കി കുറയ്ക്കത്തില്ല. If you suffer what is meant by cycle, give you the cycle, that shall not be depreciated to be a pencil. അതൊരു കാരണമാണ് അർഹത എന്ന് വരികിൽ അതൊരിക്കലും ഒരു സൈക്കിളാക്കി അവൻ കുറയ്ക്കുകയില്ല. If you are worthy for a car, he will give you, that shall not be discounted to a cycle. ഓരോ ദൈവമക്കളും അവന്റെ നാമത്തിനായി സഹിച്ചതിന് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും. According to the measure of the agony that you undergo for the sake of the name of God, you'll be adequately rewarded. തമിഴ് പാട്ട് പാടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. The Tamil song I was much elated. പാടുപെട്ടവർക്ക് ഫലനളിപ്പാര് പാടുപെട്ടവർ താമേ. The one who suffered, he is going to give reward to the people who suffer. ദൂതന്റെ കൈ കൊടുത്തുവിടുവല്ലെന്ന്. It is not shall be sent through the angel. കഷ്ടം സഹിച്ചവൻ അറിയാം കഷ്ടം സഹിച്ചതിന്റെ മൂല്യം. The one who suffered knows the value of suffering. കഷ്ടതയിലും വേദനയും കടന്നുപോയ അവൻ തന്നെ അവന്റെ സ്വന്തം കരങ്ങളാൽ കഷ്ടം അനുഭവിക്കുന്ന തന്റെ സഭയ്ക്ക് എണ്ണി പറഞ്ഞ് അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കും. The one who suffered, underwent agony and sufferings and pain, he will count number after number and will be adequately rewarding the people who suffer and undergo pain. ചുമ്മാ കൊടുക്കുകയല്ല, It is not giving in vain. ഭൂമിയെ കൊടുത്തിടുവാർ. He will shout vociferously and give you. ഓരോരുത്തരെയും വിളിച്ച് പരസ്യമായി അപരദിച്ചത് കൊടുക്കാൻ പോകുകയാണ്. Call out the name of everybody, hug, appreciate and give you. അത് വിശ്വസിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞ് നന്നായിട്ട് കൈയടിച്ചാടി ഒന്ന് പാടിയാട്ടെ. Come on, clap your hands and sing that chorus again. പാടുപെട്ടോർക്ക് ഫലനളിപ്പാരെ പാടുപെട്ടവർ താമേ, പാടുപെട്ടോർക്ക് ഫലനളിപ്പാരെ പാടുപെട്ടവർ താമേ, കൂടുന്നവർക്കോ കുറയുന്ന ഫലനൈ കൂവി കൊടുത്തിടുവാർ, കൂടുന്നവർക്കോ കുറയുന്ന ഫലനൈ കൂവി കൊടുത്തിടുവാർ, പാടുപെട്ടോർക്ക്
ഹല്ലേലൂയ. നമ്മുടെ യേശു വാക്കുമാറാത്തവൻ. Our Jesus is unchanging in his promises. വാക്കു പറഞ്ഞതിൽ വിശ്വസ്തൻ. The one who is faithful in his promises. തന്റെ ജനത്തിന് അർഹിക്കുന്നതായ പ്രതിഫലം ഒറ്റ കുറവില്ലാതെ പരസ്യമായി വിനന്തിച്ചു കൊടുക്കാൻ പോകുകയാണ്. Without any change of measure, the Lord is going to call out your name openly. He is going to give you adequate reward. അവൻ നമുക്ക് കിരീടങ്ങളെ നൽകാൻ പോകുകയാണ്. He is going to give us different kinds of crowns. കൺവെൻഷനും ഒരു കൊടുക്കലാണ്. Even convention is also offering gifts. നമുക്കുള്ളത് നാം കൊടുക്കുന്നു. What we have, we offer. നമ്മെയും നാം കൊടുക്കുന്നു. We offer ourselves to. ഈ കൺവെൻഷൻ വെച്ചില്ലായിരുന്നെങ്കിൽ എന്തോ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും. If this convention is not organized, what reward can you receive from heaven? അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കോളം എല്ലാം ബ്ലാങ്കായിട്ട് കിടന്നേനെ. As we reach there, in the columns shall be blank. ഓരോ കൺവെൻഷനും നമ്മുടെ കോളം തികയ്ക്കാനുള്ള ഒരു നല്ല അവസരങ്ങളാണ്. Every convention is the opportunity when we fill up the gap. ആത്മാക്കളെ രക്ഷിക്കും ദൈവത്തിന് വേലയ്ക്ക് നാമമുഖത്വത്തിനും നാം കൊടുക്കാനൊരു അവസരം. There's an opportunity in which we must offer for the salvation of the souls, the name of the glory of God, for the sake of the work of God. നമുക്കുള്ളത് കൊടുക്കുവാനും നമ്മെ തന്നെ കൊടുക്കുവാനും അഥവാ ചെലവിടുവാനും ചെലവായി പോകുവാനും. The best opportunity to offer what we have, offer ourselves, otherwise to spend and to be spent. നമ്മുടെ അടുക്കൽ വരുന്നവർക്കും കൂടെ കൊടുക്കാൻ അവസരം. The opportunity to offer unto the people who come unto us. പാസ്റ്റർ പോൾ ഈ വേല ആരംഭിച്ച മുതലേ വെച്ചൊരു വ്യവസ്ഥയാണത്. Since Pastor Paul started the ministry, that was a discipline Sunday. കൺവെൻഷൻ വരുന്നവർക്കെല്ലാം ആഹാരം കൊടുക്കും. All the visitors to the convention should be fed properly. ഇന്ന് നിങ്ങളമായിട്ട് പറയല്ല, അതൊരു വലിയ കാര്യമൊന്നുമല്ല. ഇത്രയും ആഹാരം കൊടുക്കുന്നു വലിയ ചെലവൊന്നുമല്ല. അത് കൂടുതലൊക്കെ തമ്പുരാൻ നമ്മ 100 ഇരട്ടി തന്നിരിക്കുക. Not boastfully, let me tell this. Today it is not a Herculean task. God is given us even 100-fold. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല The പ്രിയമുള്ളവരെ. time was, it was quite different. കൺവെൻഷൻ നോട്ടീസ് അടിക്കാൻ പണമില്ല, വിശ്വാസത്തോടെ നോട്ടീസ് അടിക്കാൻ കൊടുക്കുകയായിരുന്നു. No money to print the notice for convention. With the faith we give you order. പന്തലെന്ന് ഒരു പേരേ ഉള്ളൂ. 4 കാലും വെച്ച് ഒറ്റ ഓലക്കീറ് മാത്രം മുകളിലേക്ക് വെക്കും. Pandal, just a name, it is a pandal. You'll find 4 or 5 pillars and only the front of coconut leaf, there are 2 or 3 straps only. പ്രാർത്ഥനയോട് പ്രാർത്ഥനയാ, കർത്താവേ വരുന്നവർക്ക് ആഹാരം കൊടുക്കാൻ തരണമേ തരണമേ. പണവും ഇല്ല, സാധനവും ഇല്ല. Prayer after prayer. Oh Lord, all the visitors must be given food. No money, no food, nothing at all. ഏലക്കാട കയ്യിലൊന്നുമില്ല, വിശ്വാസികൾക്ക് കൊടുക്കാൻ അവിടെ വെക്കലുമില്ല. The workers have nothing, believers have nothing to offer to the workers. ഇവിടുന്ന് ഒരു കാക്കെ കൊണ്ട് പോഷിപ്പിച്ചു പോന്നു. God was to feed the people from the cross somewhere. കാലത്തെ സന്തോഷം ഇനി കിട്ടാൻ പോകുന്നില്ല. That joy of those days, we are not going to have any more. ആ ഞെരുക്കത്തിലെ സന്തോഷ സമുദ്രകാലം നമുക്ക് ലഭിക്കുകയില്ല. Joy during the days of plenty and repress, we are going to have during the days of abundance. ഇപ്പോൾ ഒരു മദർ, ബോംബെയിലെ മദർ ദൈവസ്ഥാനത്തിൽ ചേർക്കപ്പെട്ടു. The mother of Bombay has been transferred to the kingdom of God. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ തിരുവനന്തപുരത്ത് കൺവെൻഷന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. Some days ago she came to Trivandrum convention testifying, that comes to my memory now. തിരുവനന്തപുരത്ത് കൺവെൻഷൻ പണ്ട് നടത്തിയപ്പോൾ Formerly, when the convention was conducted in Trivandrum, അന്ന് വെച്ച ചോറ് 6 കിലോ അരിയുടെ ചോറ്. the rice was cooked for 6 kilograms. 6 കിലോയുടെ ചോറ് വെച്ചിട്ടും അത് ബാക്കിയുണ്ടായിരുന്നു, ആത്മാക്കളെ കുറവായിരുന്നു. 6 kilograms rice cooked, but still plenty remaining. പെന്തക്കോസ്താരുടെ മീറ്റിംഗ് ആരും കയറത്തില്ലല്ലോ, Because people not attend Pentecostal meeting. ദൈവമക്കളെണ്ണത്തിൽ കുറവാണല്ലോ. Even the children of God were limited in number. അഥവാ അവിടെ ഇവിടെങ്കിൽ വരാൻ വണ്ടിക്കൂലി ഇല്ലല്ലോ. And there was no bus fare to come from other places. 6 കിലോ അരിയുടെ ചോറ് വെച്ചു, മിച്ചം വന്നു. Cooked rice for 6 kilograms of rice, but a plenty balance. എന്നാൽ ഇന്നലെ രാത്രി ചാക്കമ്പടി അരിയുടെ ചോറ് വെച്ചു, എന്നിട്ടും തികഞ്ഞില്ല, ആത്മാക്കൾ കൂടുതലായിരുന്നു. Last night, sacks and sacks of rice. Rice was cooked, it was insufficient. Plenty visitors, they had to recook. ഒരല്ലേലിയ പറഞ്ഞാട്ടെ. കൺവെൻഷൻ കൊടുക്കുന്ന ദിവസങ്ങളാണ്. Convention is the opportunity you can offer. അവർ തമ്മിൽ സമ്മാനങ്ങൾ കൊടുക്കുവാനും ദരിദ്രർക്ക് ദാനധർമ്മം കൊടുക്കുവാനും ആ ദിവസം ഉപയോഗിച്ചു. It was a season whereby they can exchange gifts and offer alms to the poor. ഇളമ്പല ഒരു ചാക്കോച്ചായനുണ്ടായിരുന്നു. At Yelambal there was a Chaco. മേരിസ്റ്റോൾ ചാക്കോച്ചാനെന്ന് അറിയപ്പെട്ടത്. മകൾ ഇവിടെ ഉണ്ടായി, ഇവിടുത്തെ വിശ്വാസിയാ. His daughter is a believer here. He is named Melissa Chaco. കൺവെൻഷൻ ആകുമ്പോൾ താൻ കുറച്ച് തുക കയ്യിൽ വെച്ചുകൊണ്ടാണ് നടപ്പ്. During convention, he'll be moving around, keeping some bundle of currency. കഷ്ടതയും ദാരിദ്ര്യമുള്ള സ്ഥലങ്ങൾ വേല ചെയ്യുന്ന വേലക്കാരെ കണ്ടാൽ കഴിവിരുന്ന അവർക്ക്
വിനയത്തോട്. On saying the workers from places where penny were in poverty, he'll give you a sum. ദരിദ്രമുള്ള വിശ്വാസികളെ കണ്ടാലും ഒരു കൈമുടക്ക് കൊടുക്കും. On noticing that the believers penury, and he'll give a sum. 10-15 പേരുള്ള സഭകൾ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. But I was also in the ministry in the church when 15 or 10 members, I too received a gift from him. താൻ ഇങ്ങനെ കൊണ്ടു നടന്ന് അർഹപ്പെട്ടവരെ കണ്ടെത്തി കൊടുക്കുന്ന കണ്ട് എന്റെ കണ്ണ് പലപ്പോഴും നിറഞ്ഞു. He should roam about collecting this money. The disordered people not given such money. I was also had grateful tears. ദരിദ്രർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുവാനുള്ള അവസരമാണ്. Convention is the opportunity in which you can offer to the poor. യെരുശലേം ദേവാലയത്തിൽ 14 ഭണ്ഡാരപ്പെട്ടികൾ ഉണ്ടായിരുന്നു. In the temple of Jerusalem, there are 14 treasure boxes. അതിൽ 9 എണ്ണത്തിൽ ഇടുന്നതായ കാണിക്ക ആലയത്തിനും ദൈവത്തിന്റെ വേലയ്ക്കും. Of the offerings, put in 9 boxes would be spent for the work of God and the temple. 4 ഭണ്ഡാരപ്പെട്ടിൽ ഇടുന്നത് വിധവമാർഗം ദരിദ്രർക്കുള്ളത് മാറ്റിവെച്ചിരുന്നു. The remaining 4, in which the store shall be meant for the widows and the poor. യേശുവൊരിക്കൽ ഭണ്ഡാരത്തിൽ പണമിടുന്നു നോക്കിക്കൊണ്ടൊരു വിധവയെ പ്രശംസിച്ചു. In one context, Lord Jesus Christ praised the widow who offered the mite. സമ്പന്നർ അവിടെ സമ്പത്തിൽ നിന്ന് ഒരു അംശമേ ഇട്ടുള്ളൂ, ഈ ദരിദ്രർ തങ്ങൾക്ക് ഉപജീവനം മുഴുവനും ഇട്ടു. The rich people from the prosperity offered plenty, but this poor widow, all the livelihood she offered. ഈ 2 തരത്തിൽ ഏത് ഭണ്ഡാരപ്പെട്ടി ഇട്ട് കാണുമെന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. Now the question comes from these 2 categories, to which treasure box she should have laid. ഏതിലാന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. It is not mentioned which. ഞാൻ എന്നോട് ചോദിച്ചു, I asked it to myself. ആലയത്തിനുള്ള ഭണ്ഡാരപ്പെട്ടിയിൽ അവിടെ പണം ഇതിട്ടോ അതോ സാധുക്കൾക്കുള്ളത് ഇട്ട് കാണുമോ? Has she cast in the treasure box meant for the temple, or the one that was meant for the poor and the widows? എന്റെ ഉള്ളിൽ ഒരു മന്ദസ്വരം, അവർ ദരിദ്രർക്കും വിധവമാർക്കുള്ള ഭണ്ഡാരപ്പെട്ടിയിലാണ് ഇട്ടതെന്ന്. I heard the whispering mellifluous voice. She cast into the box meant for the widows and the poor. കാശുള്ളവരാരും എന്നോട് വഴക്കിന് വരല്ലേ. Please, rich people, do not come to make duel against me. ദൈവവേലയ്ക്കായാലും പാപ്പർ കൊടുക്കുന്നത് പാവപ്പെട്ടവനെ കൊടുക്കും, പണക്കാർ പിന്നെ കൊടുക്കത്തില്ല. Where it is for the work of God, the poor people give, rich people will not give. സമർത്ഥയിൽ നിന്ന് കൊടുക്കുന്നവരെക്കാൾ ഇല്ലായ്മ നിന്ന് കൊടുക്കുന്ന എണ്ണമാണ് കൂടുതലെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. History says large number of people offer from their poverty than people who offer from their prosperity. ഏലിയാവിന്റെ കാലത്ത് ചാക്കമ്പടി മാവുള്ള പിന്നെ പാരൽ കണക്കിന് എണ്ണയുള്ള അനേക സമ്പന്നന്മാരുണ്ടായിരുന്നു. ഏലിയാവിനെ അവിടെ ഇട്ട് ദൈവം അയച്ചില്ല. During the days of Elijah, plenty of aristocratic people were then sacks of dough and barrels of oil, but God did not send Elijah there. ഒരു നേരത്തെ ആഹാരത്തിനുള്ള സാധനവുമായിരുന്ന ഒരു വിധവയുടെ മോന്റെ ഇടത്തിലേക്കാണ് ഏലിയാവിനെ അയച്ചത്. God sent Elijah, and the widow and the son had only one morsel of food. ബാല്യം മുതൽ പെയ്ത്തോമേ വളരുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്കത് പറയാൻ കഴിയും. I got plenty of experience as one who is brought to since my younger days in the faith. എക്കാലത്തും ദരിദ്രർ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്നതിലൂടെയാണ് പലപ്പോഴും ദൈവനാമം മഹിമപ്പെട്ടിട്ടുള്ളത്. In every season there are people who offer from poverty. The name of God is glorified only through them. നിങ്ങൾക്കൊരു ചരിത്രം അറിയാമോ? You do your history? യഹൂദന്മാരുടെ ആലയം മുഴുവനും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. The temple of Jerusalem was completely destroyed. എന്നാൽ അതിന്റെ പടിഞ്ഞാറെ ഒരു മതില് മാത്രം നിപ്പുണ്ട്. At the western side, a remnant, a wall remained. അതെന്നും ഒരു സ്മാരകമാണ്. Eventually as a memorial. ഇന്നുള്ള യഹൂദന്മാരും ആ മതിലിന്റെ കല്ലിനിടയ്ക്ക് പ്രാർത്ഥന കുറിപ്പുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. The Jews even today go there, just they write the chits of the prayer, and that is tucked in the stones. ശിലാവ മതിൽ എന്നാണ് പേര്. It is called the wall of lamentation. നെറ്റി മുട്ടിച്ച് പ്രാർത്ഥിക്കും, പോലൊരു നല്ല കാലം വരുത്തണമേ. Dash the forehead, pray, O Lord, restore the golden days. ഇത്രയേറെ ആക്രമണങ്ങൾ നടന്നിട്ടും ആലയം ആനയെ പൂട്ടി വിടുതി കളഞ്ഞിട്ടും ഈ ഒരു മതിലും പടിഞ്ഞാറെ മതിൽ മാത്രം തകർന്നില്ല. So much persecutions, troubles, restlessness came there. Even though that was toppled and crushed by the elephant, this wall was not destroyed. അതിന്റെ കാരണം ഞാൻ ഒരിക്കൽ വായിച്ചറിഞ്ഞപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. As I read and understood the reason, I had overflowing eyes. ആലയം പണിതപ്പോൾ ബാക്കി ഭാഗമെല്ലാം പണിതത് സമ്പന്നന്മാരുടെ സംഭാവന ഉണ്ടായിരുന്നു. When the temple was built, the remaining place to build by using the currency of the rich people. പക്ഷേ പടിഞ്ഞാറ് മതിൽ പാവപ്പെട്ടവരുടെ പണിയായിരുന്നു. The western wall was constructed with the money of the poor people. അവിടെ രക്തത്തിന്റെയും വിയർപ്പിന്റെയും സ്മാരകമാണ് പടിഞ്ഞാറെ മതിൽ. Western, that wall is not with the memorial of the sweat and blood. പടിഞ്ഞാറെ മതിൽ പണിത് തീർന്നപ്പോൾ ഒരു അശരീരി ശബ്ദം ഉണ്ടായി പോലും. Once the construction of the western wall was over, an oracle echoed. എന്റെ സാന്നിധ്യം ഒരിക്കലും ഇവിടെ വിട്ടു പോകുകയില്ല എന്ന്. My presence shall never cease to come to pass here. പ്രിയരെ, അവിടെയാണ് ദൈവത്തിന്റെ നാമം ഉമപ്പെടുന്നതായ അനുഭവം.
Beloved people of God, it is then the name of God is glorified. പൂരീം എന്ന് വെച്ചാൽ ദരിദ്രന്മാർക്ക് ദാനധർമ്മം കൊടുക്കുന്ന ദിവസങ്ങളാണ്. Purim, that's a season of the days in which poor people are helped by bombing. നമ്മുടെ അടുക്കൽ വരുന്നവരെ ഭൗമികമായി പോഷിപ്പിക്കുക മാത്രമല്ല, Not only we are just giving food physically, ആത്മീയമായി നാം കൊടുത്തു വിടണം. spiritually we must offer them. വചനം കൊടുക്കണം, Give the word of God, ഉപദേശം കൊടുക്കണം, give doctrine, സ്നേഹം കൊടുക്കണം, give love, സമാധാനം കൊടുക്കണം, give peace, ആത്മീയ വർദ്ധനവ് അവർക്ക് കൊടുക്കണം, give spiritual edification, അവർക്ക് പ്രത്യാശ കൊടുക്കണം, supply them hope, വരുന്നവർക്ക് ആശ്വാസം കൊടുക്കണം. give them comfort. മറന്നുപോകുക, കുറിച്ച് പോയി. Do not forget, just note down. കൺവെൻഷൻ കഴിയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുക. After convention, a question comes. എനിക്ക് ഇതിലെന്തൊക്കെ കൊടുക്കാൻ പറ്റി? What is the part I have played in this contribution? ഇവിടെ വന്ന എത്ര പേർക്ക് ഞാൻ സ്നേഹം കൊടുത്തു? Of the visitors, for how many I given love? അതോ എന്റെ അടുത്തോട് വന്നിരുന്നവരെ ഞാൻ ഇങ്ങനെ നോക്കിയതാണ്, എവിടുന്നാ വന്ന് എന്നെ ഇങ്ങോട്ട് തിക്കിത്തള്ളാൻ, അങ്ങനെയാണോ ചെയ്തേ? Or will passerby with his squint eye, with a contemptuous look, did I keep him off? ഇന്നലെ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു 84 വയസ്സുള്ള അമ്മ എനിക്ക് ഫോൺ ചെയ്തു. Yesterday during my journey, a mother, old 84 years, telephoned to me. കഴിഞ്ഞ കൺവെൻഷനുണ്ടായ ഒരു സങ്കടകരമായി എന്നോട് പറഞ്ഞത്, And she shared with me a grief. പാസ്റ്ററെ, ഞാനൊരു കസേര ഇരിക്കുകയായിരുന്നു, ഒരു വിശ്വാസി വന്ന് അത് എടുത്തുകൊണ്ടങ്ങ് പോയി. Pastor, I was seated on a chair. A believer disclaimed it. എനിക്ക് ഇരിക്കാൻ നിവൃത്തിയില്ല. I did not have a seat. 84 വയസ്സുള്ള അവശതയായ ഒരു വിധവയാണ്. Decrepitude, 84-old mother. അവസാനം ഇത് കണ്ട് വേറൊരു വിശ്വാസി ഇവർക്ക് ഇരിക്കാനൊരു കസേരയും ചോറും മാത്രം വെക്കാൻ മറ്റൊരു കസേരയും കൊണ്ട് കൊടുത്തു. അവരത് അതിൽ സന്തോഷിച്ചു. On saying this, another believer offered a seat to be seated, another seat in order to keep her plate and paraphernalia. പറഞ്ഞു, ഈ കസേര എടുത്തോ വിശ്വാസിയെ വിളിച്ചിട്ട് പറഞ്ഞു, The mother asked the believer who had taken and said, മോനെ, നിനക്ക് യേശുവിന്റെ സ്വഭാവം ഇല്ല. My son, you do not have the nature of Jesus. എന്നിട്ട് എന്നോട് പറയാ, She told me, ഞാൻ പറഞ്ഞു മനസ്സിലായോ പാസ്റ്ററെ? Pastor, could you understand? അവൻ കാണിച്ചത് സാത്താന്റെ സ്വഭാവമാണ്, ഞാൻ നേരിട്ട് പറയാതെ വളച്ചുകെട്ടി പറഞ്ഞെന്ന്. I just in a crooked way said that he performed the devil's nature. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് നർമ്മരസമായി സാക്ഷ്യം പറയാൻ ഇങ്ങനെ പറയാൻ കഴിവുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാം. Mother, I know humorously you can give your testimony. സാത്താന്റെ സ്വഭാവം കാണിച്ചുവോ യേശുവിന്റെ സ്വഭാവം താൻ കൊടുത്തുവോ? Have we offered the nature of the devil or have we offered the nature of Jesus? കൺവെൻഷൻ കഴിയുമ്പോൾ ചോദിക്കണം, ഞാൻ എത്ര പേർക്ക് സ്നേഹം കൊടുത്തു? After convention, ask ourselves, how many I get loud? എത്ര പേർക്ക് സമാധാനം കൊടുത്തു? For how many I offered peace? ഞാൻ മൂലം എത്ര പേർക്ക് ആത്മീയ വർധനമുണ്ടായി? Through me, how many were edified? എന്റെ പെരുമാറ്റവും വാക്കുകളും എത്ര പേർക്ക് പ്രത്യാശ ഉളവാക്കി? Through my approach, attitude, how many were given hope? എന്റെ വാക്കും പ്രവൃത്തി എത്ര പേർക്ക് ആശ്വാസമായി തീർന്നു? Through my actions and words, how many were comforted? ഓ, കടന്നു വരുന്നവര് സൗഖ്യം പ്രാപിച്ചു പോണം. The visitors must be hailed and go peacefully. വെളിച്ചം പ്രാപിച്ചുകൊണ്ട് പോണം. They must attain light and go. വിടുതല പ്രാപിച്ചുകൊണ്ട് പോകണം. They must attain deliverance. എല്ലാ ചൂരി വരുന്നവരെ ക്രിസ്തുവിനെ സ്വന്തമാക്കിക്കൊണ്ട് പോകണം. Above all, you must accumulate people unto Christ. കൺവെൻഷന് നാം കൊടുക്കുന്നത് ഭക്ഷണമല്ല വലുത്, During it is not the food that is greater, കസേരയല്ല വലുത്, not the chair that is greater. ക്രിസ്തുവിനെ കൊടുത്തു വിടണം. You must offer Christ. നമ്മുടെ സാക്ഷ്യവും Our testimony, നമ്മുടെ പ്രസംഗവും our message, നമ്മുടെ പാട്ടുകളും our songs ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിനെ കൊടുക്കുന്ന വിധത്തിലായിരിക്കണം. should be centered upon Christ. Altogether, objective should be Christ. ഇവിടെ സാക്ഷി പറഞ്ഞ ഒരു അമ്മ അക്ഷന്തവ്യമായ ഒരു അപരാധം പറഞ്ഞു, ഞാൻ വല്യമ്മയോട് ക്ഷമിച്ചതാ. The mother just poured out a grievance, a complaint. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? Have you listened to it? എന്താ പറഞ്ഞെന്നറിയാമോ? You know what did she say? ഞങ്ങളുടെ വിശുദ്ധന്മാര് ദൈവമാണെന്ന്. Our saints are God. അവിടെയാണ് ഈ തെറ്റിപ്പോകുന്നത്. അറിവില്ലാത്ത അമ്മമാര് പറയട്ടെ, അറിവുള്ളവര് പറയുന്നതാ കുഴപ്പം. That is, you go wrong. People who do not know, let them say. You know, you must not say that. സാക്ഷ്യം പറയാൻ വന്ന ഒരു വിശുദ്ധനെ ഉയർത്തരുത്. If you come for testifying, please do not just lift up any walker. തലയ്ക്ക് ലക്കുകേട് വന്നു പോവുകയാണ് സാക്ഷി കേട്ട്. By on hear the testimony, we are intoxicated. കഷ്ടം വന്നു, രോഗം വന്നു, കഷ്ടപ്പെട്ടു, വിശുദ്ധന്മാര് പ്രാർത്ഥിച്ചു സുഖമായി. Sufferings, pains, agony, saints prayed, I was healed. സഭക്കാരെല്ലാം പ്രാർത്ഥിച്ചു സുഖമായി. All the members of the church prayed, I was healed. യേശു എന്തിയെ? What did Jesus do? യേശുവിടെ പോയി. Where did Jesus go? സാക്ഷ്യത്തിൽ യേശു എന്ന വാക്ക് എത്ര തവണ പറഞ്ഞു? In a testimony, the name Jesus, how many times you uttered? നിന്റെ സാക്ഷ്യം കേട്ട് ദൈവനാമം മഹത്വപ്പെടുമോ? On your testimony, will the name of God be magnified? ബന്ധനയ്ക്ക് തന്ന വിടുതൽ പറഞ്ഞതിന് ശേഷം After tell the deliverance given by God, നെഞ്ചത്ത് കൈവച്ചിങ്ങനെ പറയണം,
keeping your hand upon the എന്റെ children. യേശു എന്നെ സൗഖ്യമാക്കി. My Jesus healed me. എന്റെ യേശുവെ എന്ന് വിളിച്ചപ്പോൾ എനിക്ക് വിടുതലുണ്ടായി. I called my Jesus, he delivered me. ഓ, അതിന്റെ സ്വാധീനം അളക്കാൻ കഴിയാത്തതാണ്. Its influence is unfathomable. നിർഭാഗ്യത പറയട്ടെ, ലവദിക്ക സഭ പോലെ നമ്മുടെ സഭയ്ക്ക് പുറത്താക്കി കളയുന്നു നാം ക്രിസ്തുവിനെ. Sad to say, as a church in Laodicea, we do cast out our God, Jesus from the church. പ്രസംഗത്തിലും സാക്ഷിയിലും യേശു എന്നുള്ളത് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കണമേ ദൈവമക്കളെ എന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. With all humility, let me request, beloved people of God, in your testimony and messages, we must glorify the name of Jesus. കൺവെൻഷൻ വരുന്നവർ യേശുവിനെ കൊണ്ടുപോകട്ടെ. Those who come to the convention, take away Jesus from here. നിത്യത നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം ക്രിസ്തു അത്രേ. The most costly, the most precious gift we are going to have eternity is Christ. വിശദമായിട്ട് പഠിച്ചാൽ When you go in detail, അവിടെ ജീവവൃക്ഷം കാണുമെന്നും ഫലം തിന്നുമെന്നും ഒക്കെ പറഞ്ഞാൽ എല്ലാം ക്രിസ്തുവിനെ തന്നെ കാണിക്കുന്നത്. we say there's a tree of life, there's a fruit, everything speaks about Christ. കിരീടം കിട്ടും, പ്രതിഫലം കിട്ടും, വസ്ത്രം കിട്ടും എന്നൊക്കെ പറയും. എല്ലാം ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. We'll get garments, we'll get a crown, everything speaks about Christ. പിന്നെ മനഃശാസ്ത്രപരമായി എഴുതിയിരിക്കുക. Psychologically it is written, ഓ, തേജസ്സുള്ളതായ വസ്ത്രം, glorious garments, തലയിൽ പൊൻകിരീടങ്ങൾ, golden crowns upon the head. ഈ ഭാഷയൊക്കെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. We can understand only by using such a language. നിത്യതയിൽ നാം പ്രാപിക്കാൻ പോകുന്നത് എന്തെല്ലാം വാക്കുകൾ എല്ലാം നാം ക്രിസ്തുവിനെ പ്രാപിക്കാൻ പോകുന്നു. In eternity, altogether, we are going to receive Christ. അതെ, ആ പൂരി ദിവസങ്ങൾ ഡേയ്സ് ഓഫ് എക്സ്ചേഞ്ച് ആയിരുന്നു. Days of glory should be days of exchange. 9-ാം അധ്യായത്തിന്റെ 20-ാമത്തെ എസ്തർ 9-ന്റെ 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ Chapter 9 verse number 20. അവരുടെ ദുഃഖം സന്തോഷമായി വിലാപുത്സവമായിട്ടും മാറി. The sorrows turned to joy, mourning turned to feast. എന്താണ് നിത്യത? What is meant by eternity? നാം നമ്മുടെ പക്കലുള്ള പലതിനും പകരം വിശേഷമായത് പ്രാപിക്കാൻ പോകുകയാണ്. We are going to receive many things of all the things what we have. യെശയ്യാ പ്രവചനം 35-ന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ Isaiah chapter 35, the 10th verse. അവര് ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. They are going to have joy and comfort, and sighing and sorrow shall flee away. 61-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ And 61st Isaiah verse 71. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. Instead of shame, you will have double fold reward. ലജ്ജയ്ക്ക് പകരം തങ്ങൾ ഓഹരിയിൽ സന്തോഷിക്കും. Instead of shame, you shall rejoice your inheritance. നമ്മുടെ ദുഃഖത്തിന് പകരം നാം ആനന്ദം പ്രാപിക്കാൻ പോകുകയാണ്. Instead of the sorrow, we are going to joy. അത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു അനുഭവമാണ് നിത്യത. Eternity is a place where this is exchanged. കൺവെൻഷനും അങ്ങനെ തന്നെയാണ്. Convention is also the ഇവിടെ same. ഒരു കൈമാറ്റം നടത്തപ്പെടണം. An exchange should take place here. പഴയ മനുഷ്യരൊക്കെ വന്നിട്ട് പഴയ മനുഷ്യനെ കളഞ്ഞ് പുതിയ മനുഷ്യനെയും കൊണ്ട് പോകണം. Old man should be put away, exchange with a new man. പഴയ ഹൃദയം മാറ്റി പുതിയ ഹൃദയവുമായി പോകണം. Keep off the old heart, exchange with the new heart. പഴയ സ്വഭാവം മാറ്റി പുതിയ സ്വഭാവമായിട്ട് പോകണം. Keep off the old nature and go with the new man. ഒരു പാവപ്പെട്ട അമ്മച്ചിയുടെ സാക്ഷി കേട്ടായിരുന്നോ? You have the testimony of a poor mother. വർഷാവസാനം കിട്ടുന്നതായ വാഗ്ദത്ത വാക്യവും കേൾക്കുന്ന പ്രസംഗവും കേൾക്കുന്നതായ പാട്ട് നിമിത്തം The verse, the promissory was given at the end, and the message given, and the song given at the end of the service. കോപം മാറുന്നു, ദേഷ്യം മാറുന്നു, പക മാറുന്നു, വെറുപ്പ് മാറുന്നു. Anger, bitterness, revenge, everything passes away. കാരണം ആണ്ടത് യോഗത്തിന് വാഗ്ദത്ത വാക്യം കിട്ടിയിട്ട് കോപം മാറി വരുന്ന കൈപൊക്കിക്ക്. Come on, this congregation, please lift up the hands, those who your anger is removed by receiving the verse of promise. 1-ാം ഞായറാഴ്ചയിലെ പ്രസംഗം കേട്ടിട്ട് അസൂയ മാറി വരുന്ന കൈപൊക്കിക്ക്. On here the message the first Sunday, those who relate their jealousy, please lift up your hands. ആദ്യത്തെ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് അത് പക മാറി വരുന്ന കൈപൊക്കിക്ക്. On attending the first Bible study, those who are freed from their bitterness, hatred, please lift your hand. ആണ്ടത് യോഗത്തിലെ പ്രവചനം കേട്ടപ്പോൾ എനിക്ക് പലരോടും വെറുപ്പുണ്ടായിരുന്നു, മാറിയെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? On here the prophecy at the year-end service, I had bitterness with many people, that is relieved out. How many can claim so? കൺവെൻഷൻ പഴയ സ്വഭാവത്തെ മാറ്റി പുതിയ സ്വഭാവം കൊണ്ടുപോകുന്നതാണ്. To the convention, old nature is removed, you take away the new nature. 30-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ Psalm 30 verse number 11. അവന്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റി. He is converting my lamentation into dancing. ഇരട്ട അടിച്ച പകരം സന്തോഷം ഉടുപ്പിച്ചു. He unloosed my sackcloth and put me on with the joy. അതാണ് ആത്മീയ ജീവിതത്തിന്റെ അനുഭവം. That's experience the spiritual life. ഇത് നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? How can we forget this? ദൈവസന്നിധി വരുന്നവർ
Those who come to the presence of God, മീറ്റിങ്ങിന് വരുന്നവർ those who attend the meetings, ഇത് പകരം പ്രാപിച്ചുകൊണ്ട് പോകട്ടെ. they must get instead of this one. നമ്മുടെ അവിടെ അനുഭവത്തിൽ വ്യത്യാസപ്പെട്ടു പോകട്ടെ. There should be conversion to our nature. യെശയ്യാ 61 മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ Isaiah 61 verse number 3. അവിടെ ദുഃഖത്തിന് പകരം അലങ്കാരമാലയും Instead of the sorrow, there is a garment of decoration. ശിക്ഷണ മനസ്സിന് പകരം ആത്മീയ സൗന്ദര്യവും നൽകുവാൻ യേശുവിനെ അയച്ചു. It is of the anguish of heart, not the comfort of soul. Jesus was sent. യെശയ്യാ 40:31 വാക്യത്തിൽ Isaiah 40 verse 31. കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും എന്ന് വായിക്കുന്നു. Those who wait for the Lord shall renew their strength. ആ പുതുക്കം എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ബൈബിളിന്റെ മാർജിനിൽ കൊടുത്തിരിക്കുന്നത് എക്സ്ചേഞ്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. For the word exchange, in the margins they given exchange. പണ്ട് നമ്മുടെ നാട്ടിൽ ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞൊരു വ്യാപാര രീതി ഉണ്ടായിരുന്നു. You know, in the former days, barter exchange was there. ക്യാഷ്ലെസ് ഒരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നു, പണമൊന്നുമില്ല. In those days, there was a cashless system. 2 കിലോ ചേന കൊണ്ട് കൊടുത്തിട്ട് 1 കിലോ ഏത്തക്ക മേടിച്ചുകൊണ്ട് പോകും. You 2 kilograms of yam, inside you get 1 kilogram banana. 10 കിലോ 10 വാഴക്കുള്ള കൊണ്ട് കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടതായ ഒരു ആഭരണം മേടിച്ചുകൊണ്ട് പോകും. You gave 10 clusters of this plantain and you give just another 2 kilograms of ornament. നമ്മുടെ രാജ്യം ഇനി കാഷ്ലെസ് ആകണമെന്നാണ് നമ്മുടെ നേതാവ് പറയുന്നത്. Our Prime Minister says that our country should also become cashless. ഇപ്പൊ അങ്ങനെയൊക്കെ ആവുമെന്ന് അറിയാൻ വയ്യ. We do not know what is going to be the future. ബാർട്ടർ സമ്പ്രദായം, Barter exchange. ഒരു സാധനം കൊടുത്ത വേറൊന്നും മേടിക്കുക. One thing is exchanged by offer another. ഈ കൺവെൻഷന് അതായിരിക്കണം അനുഭവം. During this convention, that must be our experience. ശരീരത്തിന് പകരം പുതിയ ശരീരം കൊണ്ടുപോകണം. For the old body, have the new body. രോഗമുള്ള ശരീരം കൊണ്ടുവന്നോട്ട് പിന്നെ രോഗം കൊണ്ടുപോകരുത്, സൗഖ്യമുള്ള ശരീരം കൊണ്ടുപോകണം. With a sick body, do not take it with the same, have the healed body. ഇന്ന് പകരം എത്ര പേര് രോഗമുള്ള ശരീരം കൊണ്ടുവന്നിട്ടുണ്ട്? This daytime, how many are coming with a sick body? ഒരു സഹോദരി പറഞ്ഞ സാക്ഷ്യം കേട്ടല്ലോ. You had the testimony of a sister. തകർന്ന കിഡ്നിയുമായി ആരാധനയ്ക്ക് പോയി, കൺവെൻഷന് പോയി, ഒടുവിൽ പുതിയ ഒരു സൗഖ്യമുള്ള ശരീരവുമായി വീട്ടിലേക്ക് പോയി. The failed kidney, she attended the convention, the meeting. With a renewed one, quickened one, she came back to the house. തകർന്ന വിക്കുകളുമായി വന്നുപോ, പുതിയത് കൊണ്ടുപോകുക. With the broken, failed kidney who come, go with the new ones. ബ്ലോക്ക് ഉള്ളതായ ഹാർട്ടുമായിട്ട് വന്നുപോ, ബ്ലോക്ക് നീക്കിക്കൊണ്ടു പോകുക. If you come to the convention, blocked heart, go with the unblocked one. തീരാത്ത വേദനയുള്ള തലയും കൊണ്ട് വന്നോ, വേദനയില്ലാത്ത തലയും കൊണ്ട് പോകുക. Here come with the headache, excruciating pain, just get relieved of the same. ബൈബിൾ വായിക്കാനാവാത്ത കണ്ണുകൊണ്ട് വന്നോ, കാഴ്ചയോടുകൂടെ പോകുക. Here come the presence of God, you are not able to see, read the Bible, go with the sight. നടക്കാനും നൂർക്കാനും വയ്യാത്ത കാലും കൊണ്ട് വന്നോ, കൈ കൊണ്ട് വന്നോ, സുഖമായി പോകുക. Here come with the legs which you could not walk, get healed, go walking. അതേ ശരീരം പഴയത് കൊണ്ടുവന്ന് പുതിയത് കൊണ്ടുപോകുന്നതാണ് കൺവെൻഷൻ. Yes, do the conversion, come with the old body, take away the new one. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം നിങ്ങൾക്കത് ചെയ്തു തരിക തന്നെ ചെയ്യും. Indeed, Lord shall fulfill your desire. അതെ, ആ പുതിയ കൃപയും പുതിയ വിഷയം കൊണ്ടുപോകുക. Go take away the new grace and new anointing. പുതിയ കൃപ കൊണ്ടുപോകുക, പുതിയ വരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുക. Take new gifts and new graces. കർത്താവിന് വേലക്കാർ കൺവെൻഷൻ കഴിഞ്ഞ് പുതിയ ശുശ്രൂഷയുമായിട്ട് പോകുക. Workers go with a new ministry after the convention. കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു കൈമാറ്റത്തിന്റെ ദിവസങ്ങളാണ്. Convention days, barter or exchange. പൂരീം എന്ന് പറയുന്നത് ഡേയ്സ് ഓഫ് ഫീസ്റ്റ് ആയിരുന്നു. 4 days of feast. എസ്തേർ 9:17, 18, 19. Chapter verses 17 to 19. വിരുന്നും സന്തോഷമുള്ള ദിനങ്ങൾ, Feast, jubilance. നിത്യത അങ്ങനെയുള്ളതാണ്. Eternity is also the same. മത്തായി 22:2 വായിക്കുമ്പോൾ Matthew's Gospel chapter 28 verse 2. രാജ്യം ഒരു വിരുന്നൊരുക്കിയ ഒരു മനുഷ്യനോട് സദൃശ്യം. The kingdom of God is like a man who prepared a feast. ഒരു നിത്യത ഒരു വലിയ വിരുന്ന് സദ്യയുടെ സ്ഥലമാണ്. Eternity is going to be a banquet house. വെളിപ്പാട് 19:9 വായിക്കുമ്പോൾ Revelation chapter 19 verse 3. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. Blessed are the people who are invited to the matrimonial feast of the Lamb. അത് ഒരു ദിവസമല്ല, നിത്യത മുഴുവൻ സദ്യയാണ്. Not simply one day, throughout eternity, days of feast. ആ വിരുന്ന് ആസ്വദിക്കൽ ഒരിക്കലും തീരാൻ പോകുന്നില്ല. You are not going to just wind the process of experiencing, enjoying it. ക്ഷണിക്കപ്പെട്ട പഴയ വിശുദ്ധന്മാരെ പോലെ അല്ല പങ്കെടുക്കുന്നത്. It is not the Old Testament saints who have been the invitees. കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ മണവാട്ടി എന്ന നിലയിൽ നാം വിരുന്ന് പങ്കെടുക്കാൻ പോവുകയാണ്. In the capacity of the bride of Lamb, there is Jesus Christ. We are going to take part in it. ആ നിത്യതയിലെ വിരുന്നിൽ എന്തൊക്കെയായിരിക്കും വിഭവങ്ങൾ? What some of the dishes in that feast in eternity? ആർക്ക് പറഞ്ഞുകൂടാ. Nobody knows. 1 Corinthians 2:9 വായിക്കുമ്പോൾ Corinthians chapter 2 verse 9. സ്നേഹിക്കുന്നതിന് ഒരിക്കലുള്ള കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തെ തോന്നിട്ടില്ല. The Lord is prepared for the ones who will be allowed. No eye has seen, no ear has heard. It did not appear in the mind of anybody. കൺവെൻഷൻ അതുപോലെ അനുഭവമാണ്.
അനുഭവങ്ങളാണ്. The convention also comes across the same experiences. കൺവെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ, What is this convention? സദസ്യവാക്യങ്ങൾ 9:1 മുതൽ 5 വരെ വായിക്കുമ്പോൾ, Proverbs chapter 9, the first 5 verses. ജ്ഞാനമായവൾ ഒരു വലിയ വിരുന്ന് സദ്യ ഒരുക്കി. Wisdom prepared a great banquet. ആ വീഞ്ഞും എല്ലാം ഒരുക്കിയിട്ടവൾ തെരുക്കോൾ വിളിച്ചു പറയാണ്, വരുവീൻ, എല്ലാം ഒരുക്കിയിരിക്കുന്നു. Every requirement including wine has been set. She proclaims, come, the feast has been organized. കൺവെൻഷൻ എന്നാൽ കർത്താവായ യേശു തന്നെ സമമൂലമായി എല്ലാവരും വിളിക്കുകയാണ്, ജനങ്ങളെ വരുവീൻ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. Through convention, through the church of God, the Lord is inviting all the people. This is a banquet. Please come and taste what you have. സമാധാനവും സന്തോഷവും സൗഖ്യവും വിടുതൽ എല്ലാം ഒരുക്കിയിരിക്കുന്നു. വരുവീൻ, ഭക്ഷിക്കുവീൻ, കുടിക്കുവീൻ. Peace, rest, healing, everything is prepared. Come on, eat, drink and make merry. വെളിപ്പാട് 3:20 വായിക്കുമ്പോൾ, Revelation chapter 3 verse 20. ആരെങ്കിലും എന്റെ വാക്ക് കേട്ട് വാതിൽ തുറന്നാൽ, If anybody hearkens my voice and opens the door, അകത്ത് വന്ന് ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. I will come with and sup with him. നമ്മുടെ കൺവെൻഷൻ ഒരു വലിയ വിരുന്നിന്റെ നാളുകളാണ്. Convention is the greatest supper. മാത്രമല്ല കൺവെൻഷൻ ഡേയ്സ് ഓഫ് സെലിബ്രേഷൻ ആണ്. Moreover, convention, the days of celebration. വലിയ ആഘോഷം. ഹല്ലേലൂയ. Greatest celebration. നിത്യത എന്ന് പറയുന്നത് വലിയ വിരുന്നും ആഘോഷമുള്ള ദിനങ്ങളാണ്. Eternity, jubilance, festivals, celebration. നിത്യതയെ കുറിച്ച് യെശയ്യാ 30:20 വായിക്കുന്നത്, Isaiah 30:20 speaks about eternity. ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക. Zion, look and Zion, the city of feast. സിയോനിൽ ചെന്നാൽ എന്ത് ഉത്സവമാണ്. As you reach Zion, eternity, there is feast everywhere. 1 Petros 1:9 വായിക്കുമ്പോൾ, First Peter chapter 1 verse 9. പറഞ്ഞു തീരാത്ത ആനന്ദം എന്നാ പറഞ്ഞിരിക്കുന്നത്. It is said that unsearchable, innumerable gifts. നിത്യതയിൽ ചെന്നാൽ ഈ ആഘോഷം ഒരിക്കലും തീരാൻ പോകുന്നില്ല. In eternity, this festival is going to be unending. നിത്യതയിൽ എന്നും ഉത്സവമാണ്. Eternity throughout, there is feast. ഒരിക്കലും അവസാനിക്കാതെ ആനന്ദം അനുഭവിക്കാൻ പോകുകയാണ്. We are going to expect joy unending. കൺവെൻഷനും ഒരു ഉത്സവമാണ്. Convention is also a feast. അതിന് നെഗറ്റീവായ അർത്ഥമുണ്ട് കേട്ടോ. It has got a negative meaning. ചുമ്മാ വന്നുകൂടി കണ്ടും കേട്ടും കൊടുത്തും പിടിച്ച് ആ ഒരു ജാതികളുടെ ഉത്സവമല്ല. Coming, getting together, offering, eating, drinking, not the festival of the heathen. പോസിറ്റീവായ നിലയിൽ കൺവെൻഷന് വലിയൊരു ആഘോഷ ദിവസങ്ങളാണ്. The positive angle, this is a great celebration. ഈ കൺവെൻഷൻ മൂലം നിലനിൽക്കുന്ന ഒരു ഉണർവ് നാം പ്രാപിക്കുന്നു. Through this convention, we must have a lasting revival. 4 ദിവസം കൊണ്ട് തീരുന്നില്ല. It is not over with 4 days. ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന ഒരു ഉണർവ്. Throughout the days of life, there's a lasting revival. കൺവെൻഷൻ തീരുമ്പോൾ, Once the convention is over, കൗളിൽ കൂടെ കണ്ണീരൊഴുകിയിട്ടുള്ളവരെന്ന് കൈവക്കുകയും, come on, people lift up their hands who had the experience of tears shedding through the cheek. എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഇന്നും അങ്ങനെ തന്നെ. So far, the same is my experience. ആശീർവാദം പറയുമ്പോഴേക്ക് എന്റെ ഹൃദയം ഉടയും. Once benediction is pronounced, I'll have broken heartedness. ഇവരെല്ലാവരും ഒന്നിച്ച് ഇനി എന്ന് കാണും. Oh Lord, once shall I meet these people again? അടുത്തൊരു വർഷം ഇങ്ങനെ ഉണ്ടോ? Will I be given one more year? അങ്ങനെ വന്നാൽ തന്നെ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് അവരിൽ എത്ര പേരെ കാണാൻ കഴിയും? If it is even if I am alive of this congregation, how many shall be here? ഇവരെല്ലാം വന്നാൽ ഒരുപക്ഷെ എന്നെ കാണാൻ കിട്ടുമോ എന്ന് ആർക്കറിയാം. If it's all these members certain, will I remain alive? കർത്താവേ, നിത്യതയിൽ എല്ലാവരും ഒന്നിച്ച് കാണപ്പെടുവാൻ ആ ദിവസം എത്ര പേര് വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. Oh Lord, in eternity, that all may get together. If that day is the first night is good. കൺവെൻഷൻ ഒരിക്കലും അവസാനിക്കാത്ത ഉത്സവത്തിന് ആഘോഷ ദിനങ്ങളാണ്. Convention days is celebration and unending. എബ്രായ ഭാഷയിൽ ഉത്സവത്തിന്റെ ഹാഗ് എന്ന വാക്കാ കൊടുത്തിരിക്കുന്നത്. Hag is the word used for Hebrews for the celebration. പഴയ നിയമത്തിൽ 62 പ്രാവശ്യം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. In Old Testament 60 times the word was used. ആ വാക്കിന്റെ അർത്ഥം, The meaning is നൃത്തം ചെയ്യുക എന്നതാണ്. dancing. അതായത് വാർഷിക ഉത്സവം എന്ന് പറഞ്ഞാൽ, which means a yearly festival. നൃത്തം, ഘോഷയാത്ര എന്നിവയോട് കൂടിയ തീർത്ഥാടന ഉത്സവമായ വാർഷികാഘോഷമെന്നാണ് അതിന്റെ അർത്ഥം. A pilgrimage, which a dancing, which a pageantry, with a procession, eating, drinking. ഈ കൺവെൻഷന് വന്നിട്ട് നൃത്തം ചെയ്ത എത്ര പേരുണ്ട്? During this convention, how many danced in the spirit? സന്തോഷിച്ച് എത്ര പേരുണ്ട്? How many rejoiced? തുള്ളിച്ചാടി എത്ര പേരുണ്ട്? How many leaped and bounced? സ്തോത്രം. സ്റ്റേജിൽ നോക്കിയാൽ അങ്ങനെ അനേക ദൈവമക്കളെ കാണുന്നതിൽ ഞങ്ങളുടെ ഹൃദയം സന്തോഷം. When you are from the stage, we notice plenty of people. We rejoice in the Lord. എന്തൊക്കെയോ കാരണങ്ങളാൽ ഈ കൺവെൻഷൻ മന്ദൽ കീഴിൽ
മൗനമായിരിക്കുന്നവരെ കാണുമ്പോൾ ദുഃഖം തോന്നുന്നു. How maybe due to some reason there are some people who remain silent during the convention. We are grieved with them. പൂരി ഒരു ആഘോഷത്തിന്റെ ദിനങ്ങളാണ്. Puri speaks about the days of celebration. സദൃശവാക്യങ്ങൾ 15:15. Proverbs chapter 15 verse 15. അരിഷ്ടന്റെ ജീവകാലം മുഴുവനും കഷ്ടകാലം. Throughout the days of the misery, one is afraid. എന്ന് ചോദിച്ചാലും പരാതിയല്ല, ഒന്നും പറയാൻ. What all he was every day, only grievances. എങ്ങനെയുണ്ട് ബ്രദറെ എന്ന് ചോദിച്ചാൽ, Brother, what about your life now? എന്ത് പറയാൻ, അയൽവാസിയെ കൊണ്ട് എന്നും പ്രശ്നം. What shall do? Problems because of the neighbor. ഈ ഭാര്യയോടുകൂടി ജീവിക്കുന്നുണ്ട് എന്തോ സന്തോഷം വരാനാ. No joy at all because of my wife. ഈ ഭർത്താവ് ഒരിക്കലും സമാധാനം തരുന്നില്ല. This husband shall never yield any peace. ഈ സഭയിലെ വിശ്വാസികളെ ഓർക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല. What I think about the believers of this church, no joy at all. അരിഷ്ടന്റെ ജീവകാലം മുഴുവൻ ഇതേ കാണത്തുള്ളൂ, ഇനി ശരിയാവാൻ പോകുന്നില്ല. Throughout the days of the misery, no joy at all. He is not going to be corrected. അസന്തുഷ്ടിയുള്ള ഹൃദയമുള്ളവർ എന്നും അനിഷ്ടതയെ വരികയുള്ളൂ. Those who do not have the heart of pleasure, every day there is restlessness only. സന്തുഷ്ട ഹൃദയന് എന്നും ഉത്സവമാണ്. For merry hearts, everlasting feast. സന്തുഷ്ട ഹൃദയമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. സംതൃപ്തി, Satisfaction. ഉള്ള അവസ്ഥയിൽ What we have. എന്റെ ദൈവം എന്നെ നടത്തുന്നല്ലോ. My God is able to lead me. ഞങ്ങളുടെ പാസ്റ്ററുകളോട് പറയുകയുണ്ടായി. The pastor told me. പാസ്റ്റർ ആൽവിൻ ഒരു രാജകീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. Pastor Alvin belonged to a royal family. ഒരിക്കൽ അന്നത്തെ കാലത്ത് അവരുടെ വീട്ടിൽ ഊണിന് പോയപ്പോൾ 51 ഡിഷസ് ഉണ്ടായിരുന്നു തന്റെ വീട്ടിൽ ഊണിന്. In those days, a person visited his house for the feast. 51 side dishes were there. ആ മനുഷ്യൻ വന്നപ്പോൾ ബെയ്ത്തോമിൽ എല്ലാവരും പറഞ്ഞു, സുവിശേഷ വേലക്കാര് ഒന്നാൽ കൂടിപ്പോയ 2 കറിയിൽ കൂടുതൽ കൂട്ടാൻ പാടില്ല. As that man came to the ministry, as he came to faith, he said that workers 1 or max 2 dishes you can താൻ have. അങ്ങനെ ജീവിച്ചൊരു മനുഷ്യൻ. He practiced the same. പാസ്റ്റർ പറയുകയുണ്ടായി, Pastor narrated that കുടിലിൽ ചെന്നാൽ if you go to the hut, വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, in unhygienic circumstances, ഈച്ച പാറിപ്പറക്കുന്ന പാത്രത്തിൽ ചായ കൊടുത്താൽ the tea is offered in a cup when flies are hovering. അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് He will hold that in the cup, കർത്താവേ എനിക്കിതിനുള്ള യോഗ്യതയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുടിക്കും. telling, "O Lord, I am not worthy for this." He will have it. അതാണ് സന്തുഷ്ട ഹൃദയം. That is a merry heart. അല്ലാത്തവർക്ക് എത്ര കിട്ടിയാലും തികയത്തില്ല, എന്തെല്ലാം ഉണ്ടെങ്കിലും എന്നും പരാതിയാണ്. Others, even though abundance is them, they are not satisfied with it. They will keep on grieving. കൺവെൻഷൻ മൂലം നമുക്കൊരു സന്തുഷ്ട ഹൃദയം ലഭിക്കട്ടെ. Through this convention, we will have a merry heart. ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും ധാരാളം മതി എന്ന് പറയുന്ന അനുഭവം. In whatever situation, circumstances, whatever is the state, we must be contented with. ആരക്കരയിൽ മരിച്ചൊരു വിലിപ്പച്ചനുണ്ടായിരുന്നു. When Pastor Philip, who passed away at Kottarakara, ഏത് വീട്ടിൽ ചെന്നാൽ ഏത് വീട്ടിൽ ചെന്ന് അപ്പച്ച ഇതേ ഉള്ളെന്ന് പറഞ്ഞാൽ you visit any faith home or any house, if it is offered, Pastor, only this is available. അതെങ്കിലും ഉണ്ടല്ലോ, At least this is there. ഇതിങ്ങനെ 2 സ്വരത്തിൽ In സംസാരിക്കും. double voice, he will say, അതെങ്കിലും ഉണ്ടല്ലോ. at least this is here. പെട്ടെന്ന് ഒന്ന് കയറി കൊടുക്കാനൊന്നുമില്ല, ഒരു അരിയുണ്ട കൊണ്ടുവെക്കും. He is a sudden visitor, a rice bowl is given. അരിയുണ്ടയുടെ കട്ടി അറിയാവില്ല, പാപ്പ 80 വയസ്സ് മനുഷ്യൻ എങ്ങനെ കടിച്ചു തിന്നാനാ. You know the hardness of the rice ball, he is 80 years, how can he chew it? തിരിച്ചു മറിച്ചു ഒന്ന് നോക്കും, ഉരുട്ടി ഇട്ട് നോക്കും, He just roll it, just observe it here and there, വെച്ചിട്ട് പിന്നെ താഴെ വെക്കും, and take the hand, he keep it down, പിന്നെ എടുക്കും, again take it. അവിടെ ഇട്ട് കടിച്ച് ഒരു ശാക്കാലം പൊട്ടിച്ച് തിന്നു. He just bites it, a small piece is broken. ഞാനാണെങ്കിൽ കടിക്കാൻ വയ്യാതെ കഴിക്കുന്നില്ലെന്നു. ഇത് എങ്ങനെയെങ്കിലും അല്പം അത് കഴിച്ച് അതിന് തൃപ്തി. If you are not able to bite, I will keep it off. He'll make all attempts, bite a little bit, have it. ഞാൻ പലപ്പോഴും കുത്തിയിരുന്ന ഇങ്ങനെയുള്ള പല വിശുദ്ധന്മാർ ഓർത്തിട്ട് ദൈവമേ ആ വിശുദ്ധനുള്ള ആ സ്വഭാവം എനിക്ക് തരണമേ, കർത്താവേ ആ പിതാവിനുണ്ടായിരുന്ന ദിവ്യഗുണം എനിക്ക് തരണമേ, എനിക്കിതില്ലാതെ പോയല്ലോ. ഞാൻ പലരുടെ എന്റെ അറിവുള്ള വിശുദ്ധന്മാർ പേര് പറഞ്ഞ അവരെ കണ്ട ദിവ്യ സ്വഭാവം കണ്ടിട്ട് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. Often I think about the glorious virtuous experience of the saints. I would ask unto God, "Oh Lord, I do not have such and such a nature. At least give me that nature so that I'd be like him." സന്തുഷ്ട ഹൃദയമുള്ളവന് 4 നാൾ കൺവെൻഷൻ അല്ല, ജീവകാലം മുഴുവൻ കൺവെൻഷൻ. For a very hearted man, it is not convention 4 days, throughout the days. That is everlasting convention. സന്തോഷമുള്ള ഹൃദയമുള്ളവനും അവസാന നിമിഷം വരെയും ഉത്സവമാണ്. For a very heart till the fragment, that is celebration. ഈ സന്തോഷം ഇവിടെ ആരംഭിച്ച് നിത്യതയിലേക്ക് തുടരുകയാണ്. This joy starts here and continues to eternity. സന്തോഷവും ആനന്ദവും പാട്ടും നൃത്തവും നിത്യതയിലേക്ക് മാറ്റപ്പെടാൻ പോകും. This joy, gladness, dancing and singing is going to continue to eternity. അത് വിശ്വസിക്കുന്ന ആളുകൾ ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ഓ നിത്യതയിൽ നാം പാടി നൃത്തം ചെയ്യാൻ In പോകുകയാണ്. eternity, we are going to sing and dance. അത് വിശ്വസിക്കുന്നവർ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Those who believe, please stand up ഓ now. നമ്മുടെ സന്തോഷ സുദിനങ്ങളാണ് ഇത്. These are the days of നമ്മുടെ enjoyment. പൂരിയും ദിനങ്ങളാണ് ഇത്. These are the days of pouring. നാം നിത്യതയിലേക്ക് മാറ്റപ്പെടാറായി. We are going to be thrown to eternity. തീരാത്ത സന്തോഷം പ്രാപിക്കാറായി. We are going to have unceasing joy. അവിടെ നാം നിരന്തരം ദൈവത്തെ സ്തുതിക്കാൻ പോകുകയാണ്. Ever and ever, we are going to praise God there. നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നവന്റെ, The one who came to this world for us. നമുക്ക് വേണ്ടി മനുഷ്യകോലമെടുത്ത് ദാസരൂപം എടുത്തവന്റെ, The one who took the human form and the former servant on our behalf. നമുക്ക് വേണ്ടി ചാട്ടവാറി എടുത്തവന്റെ, The one who was beaten by the thorns. നമുക്ക് വേണ്ടി മുൾപൊടി ഏറ്റവന്റെ, The one who was crowned with the thorny നമുക്ക് crown. വേണ്ടി മുഖത്ത് മർദ്ദനമേറ്റ് മുടി രോമം പിഴുത് പറിക്കപ്പെട്ട് രക്തം ഒലിച്ചവന്റെ, One who was spit upon the face and the hair was plucked out, blood trickled down. നമുക്ക് വേണ്ടി ക്രൂശുമായി ഗോൽഗോഥയിലേക്ക് വേച്ച് വേച്ച് വീണ്ടും എഴുന്നേറ്റ് നടന്നുപോയ നമ്മുടെ യേശുവിന്റെ, The one who was striding, falling, getting up, we on the Golgotha on our behalf. നമുക്ക് വേണ്ടി വിലപ്പുറത്ത് കുത്തേറ്റ യേശുവിന്റെ, The one Jesus who was pierced because of our infirmity. നമുക്ക് വേണ്ടി മൂന്നാണിമേൽ ആകാശം ഭൂമിക്ക് മധ്യേ തൂങ്ങി ജീവനെ എടുത്ത യേശുവിന്റെ, It is because of us where Jesus just hung between the heaven and earth on three thorns. പങ്കപ്പാടുകളെ ധ്യാനിച്ചും സ്നേഹത്തിൽ ഓർത്തും നാം പാടിക്കൊണ്ടേയിരിക്കും. Let us think about the marvelous love and the sufferings. We'll be keeping on singing eternity, സന്തോഷിച്ച് പാടിക്കൊണ്ടിരിക്കും. rejoicing and dancing in the Lord. അവന്റെ സ്നേഹത്തെ വിവരിച്ചുകൊണ്ടേയിരിക്കും. We'll be describing His matchless love. കോടി കോടി വർഷങ്ങൾ, Millions and millions of years. ഒരിക്കലും അവസാനിക്കാത്ത നാളുകൾ, Unending days of eternity. പാട്ടും നൃത്തവും സന്തോഷമത്രേ നിത്യതയുടെ പ്രത്യേകത. Dancing and music shall be the specialty of eternity. നമുക്കതിനായി നമ്മളെ തന്നെ ഒരുക്കാം. Let us prepare ourselves for the same purpose. ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ, May burdens roll away. ദുഃഖങ്ങൾ നീങ്ങിപ്പോകട്ടെ, May sorrow pass away. നിരാശകൾ ഓടിപ്പോകട്ടെ, May failures go away. പിറുപിറുപ്പുകളെ വിട്ടുപോകട്ടെ, May murmurings flee away. സംതൃപ്തി നമ്മളെ വിട്ടുപോകട്ടെ. May dissatisfaction flee away. നമുക്ക് സന്തോഷിക്കാം, Let us rejoice. നമുക്ക് ആനന്ദിക്കാം, Let's be gladdened. നമുക്ക് ഉത്സവം കൊണ്ടാടാം. Let us observe the celebration. നമുക്ക് ഈ ആത്മീയ അനുഭവങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാം. Let us celebrate the spiritual feast. ഹല്ലേലൂയ.